ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഇംഗ്ലീഷ് ദിശ. അപ്പോൾ നമ്മളിന്ന് മറ്റൊരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷനിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ആസ് യു ക്യാൻ സീ ഓൺ ദ സ്ക്രീൻ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MA ഇംഗ്ലീഷ് എൻട്രൻസ് PYQ ഡിസ്കഷൻ. അപ്പോൾ നിങ്ങളെല്ലാവരും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരായിരിക്കും പലരും, അല്ലേ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മാത്രമല്ല, മറ്റ് യൂണിവേഴ്സിറ്റീസ്, അത് നമ്മളെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ആയിക്കോട്ടെ, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആയിക്കോട്ടെ, ഏത് ഒരു എൻട്രൻസ് എക്സാമിന് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന സംഭവങ്ങൾ തന്നെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗുഡ്. എല്ലാവരും സുഖമായിട്ട് നല്ല റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഡിലേ ഇല്ലാതെ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 2 years ബാക്ക് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് PYQs ആണ് കേട്ടോ. കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Who wrote the epic poem Paradise Regained? ഓക്കെ, പാരഡൈസ് റീഗെയിൻഡ് എന്നൊരു എപ്പിക് പോം എഴുതിയത് ആരാണ്? പാരഡൈസ് റീഗെയിൻഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിൽ എന്ത് വരണം? മറ്റൊരു പോം വരണം. ഏതായിരിക്കും? എക്സാക്ട്ലി, പാരഡൈസ് ലോസ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ആരൊക്കെയാണെന്ന് നോക്കാം. വില്യം ഷേക്സ്പിയർ, ജോൺ മിൽട്ടൺ, ജെഫ്രി ചോസർ ആൻഡ് TS Eliot. ഇതിൽ ആരാണ് പാരഡൈസ് റീഗെയിൻഡ് എഴുതിയിട്ടുള്ളത്? ആരായിരിക്കും? ഒരു സംശയം വേണ്ട, നമ്മുടെ പാരഡൈസ് ലോസ്റ്റ് എഴുതിയ പോയിറ്റ് തന്നെയാണ് പാരഡൈസ് റീഗെയിൻഡും എഴുതിയിട്ടുള്ളത്. അതായത് ഓപ്ഷൻ ബി, ജോൺ മിൽട്ടൺ. ഓക്കെ, ഇപ്പൊ ജോൺ മിൽട്ടൺ ആണ് പാരഡൈസ് റീഗെയിൻഡ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ പോം പബ്ലിഷ് ചെയ്തിട്ടുള്ള വർഷം 1671. പിന്നെ ഈ ഒരു പാരഡൈസ് റീഗെയിൻഡ് എന്നൊരു ഈ ഒരു എപ്പിക് പോം എന്താണ് പറയുന്നത്? ഇറ്റ് ടെൽസ് ദ സ്റ്റോറി ഓഫ് Satan trying to tempt Jesus Christ like he tempted Adam, but he fails. അപ്പോൾ പാരഡൈസ് ലോസ്റ്റിൽ നമുക്കറിയാം ആഡത്തിനെ എന്താ പറയാ, ടെംപ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, മറ്റേ ഫോർബിഡൻ ട്രീയിൽ നിന്നുള്ള ഒരു ഫോർബിഡൻ ഫ്രൂട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രേരിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമ്മളുടെ ജീസസ് ക്രൈസ്റ്റിനെ എന്ത് ചെയ്യാണ് ഈ സൈറ്റൻ ടെംപ്റ്റ് ചെയ്യുന്നുണ്ട്, എന്തോ ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെംപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തായി പോവാണ്? ആ ഒരു ശ്രമം പാഴായി പോവാണ്. സൈറ്റന് എന്ത് ചെയ്യാൻ പറ്റില്ല, ജീസസ് ക്രൈസ്റ്റിനെ ടെംപ്റ്റ് ചെയ്യാനായിട്ട്, ആളുടെ ഉദ്ദേശ രീതിക്ക് അങ്ങോട്ട് വഴിക്ക് വരുത്താനായിട്ട് സൈറ്റന് സാധിക്കില്ല. അങ്ങനെയാണ് ഈ ഒരു പോയത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് പാരഡൈസ് ലോസ്റ്റിന്റെ ഒരു സീക്വൽ ആണെന്ന് പറയാം, ഏറെക്കുറെ നമുക്ക് പറയാം. ഓക്കെ, പിന്നെ മിൽട്ടൺ ക്ലോസറ്റ് ഡ്രാമ സാംസൺ അഗൻസ്റ്റസ് വാസ് പബ്ലിഷ്ഡ് അലോങ് വിത്ത് ദിസ് വോളിയം. ഇത് കൂടെ മനസ്സിൽ വെക്കുക, ഈ പാരഡൈസ് റീഗെയിൻഡ് പബ്ലിഷ് ചെയ്തിട്ടുള്ള സെയിം വോളിയത്തിൽ, ഈ ഒരു വോളിയത്തിന്റെ കൂടെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ക്ലോസറ്റ് ഡ്രാമയായ സാംസൺ അഗൻസ്റ്റസും പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The repetition of the same sound at the start of a series of words in succession in poetry is called dash. ഒരു നമ്മളെ പോയട്രിയിൽ ഒരു പോയം എടുത്തു, അതില് the repetition of the same sound at the start of a series of words, നമ്മളെ പോയത്തിൽ ഓരോ വരിയിലും വേർഡ്സ് ഉണ്ടല്ലോ, ഇങ്ങനെ 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 ഓർഡറിലുള്ള വേർഡ്സിന്റെ സ്റ്റാർട്ടിങ്ങിലുള്ള സൗണ്ട്, അത് സെയിം സൗണ്ട് ആണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ എന്താണ് വിളിക്കുക? പോയത്തില് കുറെ വരികൾ ഉണ്ടാവും അല്ലെ, അതിൽ ചില വരികളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും അടുത്തടുത്ത് കേൾക്കുന്ന വാക്കുകളുടെ ആദ്യത്തെ സൗണ്ട്, ഓക്കെ, ദ സ്റ്റാർട്ടിംഗ് സൗണ്ട് ഓഫ് ദോസ് വേർഡ്സ് അത് സെയിം ആണെങ്കിൽ അത് നമ്മൾ എന്താണ് വിളിക്കുക? റൈം സ്കീം എന്നാണോ, മീറ്റർ എന്നാണോ, അലിട്രേഷൻ എന്നാണോ, അസോണൻസ് എന്നാണോ? ഏതായിരിക്കും? ദി ആൻസർ ഈസ് അലിട്രേഷൻ. ഓക്കെ, അലിട്രേഷൻ ആണ് കേട്ടോ, അത് മറക്കരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതിൽ മറ്റു ഓപ്ഷൻസ് വന്നത് റൈം സ്കീമും മീറ്ററും അസോണൻസും ഒക്കെയാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ എലിട്രേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ? അടുത്തടുത്ത് കഴിക്കുന്ന വേർഡ്സിന്റെ സ്റ്റാർട്ടിംഗ് സൗണ്ട് സെയിം ആണെങ്കിൽ അതിന് നമ്മൾ എലിട്രേഷൻ എന്നാണ് പറയാം. റൈം സ്കീം എന്താണ്? റൈം സ്കീം നമുക്കറിയാം, ഓരോ വേർഡ്സിന്റെയും ആ ഒരു സെയിം ലെറ്റേഴ്സ്, പലപ്പോഴും നമുക്കിപ്പോ സ്റ്റാർ, ബാർ, കാർ, വാർ അങ്ങനത്തെ ഒക്കെ വേർഡ്സ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ എന്താ പറയുക, റൈമിങ് വേർഡ്സ് എന്ന് പറയും അല്ലെ. റൈമിങ് വേർഡ്സ് വരുമ്പോൾ നമ്മൾ അതിന് ഓരോ ലെറ്റർ ആൽഫബറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇങ്ങനെ സ്കീം ചെയ്യാറുണ്ട്, സ്കീം കൊടുക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, സ്റ്റാർ കഴിഞ്ഞിട്ട് തൊട്ട് നെക്സ്റ്റ് ലൈനിലെ അവസാനത്തെ വേർഡ് ബാർ ആണെങ്കിൽ എ, പിന്നെ
പിന്നത്തെ വരിയിൽ ഡിറ്റ് ഹിറ്റ് എന്നാണെങ്കിൽ നമ്മൾ ബി ബി എന്ന് കൊടുക്കും. റൈമിംഗ് സ്കീം നിങ്ങൾക്ക് അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനൊരു ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ടാണ് പറയേണ്ടത്. നമ്മളത് എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് പോലെ കിട്ടുന്നില്ല. റൈമിംഗ് സ്കീം അതാണ്. റൈമിംഗ് വേർഡ്സ് വരുമ്പോൾ നമ്മൾ അതിന് ഓരോ ലെറ്റർ ആൽഫബറ്റ് കൊടുത്തിട്ട് അങ്ങനെ അങ്ങനെ പറഞ്ഞ സ്കീമാണ് റൈമിംഗ് സ്കീം എന്ന് പറയുന്നത്. അത് ശരി എപ്പോഴും എന്താണ് ഓരോ വരിയുടെയും അവസാനത്തെ വേർഡ്സിനെയാണ് നോക്കുക. അവസാന വേർഡ്സിന്റെ ആ ഒരു സൗണ്ടിന്. ഈ മീറ്റർ എന്താണ്? Meter refers to the rhythmic pattern of stressed and unstressed syllables in a line, creating a recurring unit called a foot. Meter എന്ന് പറയുന്നത് ഈ പോയത്തിൽ തന്നെ ഓരോ വരിയെയും എന്താണ് ഒരു പാറ്റേൺ ഫോം ചെയ്യുന്നതിനെ പറ്റിയാണ് ഈ മീറ്റർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ലൈക്ക് ഓരോ വേർഡ്സിന്റെയും സ്ട്രെസ്ഡ് സിലബിൾസ്, അൺസ്ട്രെസ്ഡ് സിലബിൾസ് അതിനൊക്കെ എന്ത് ചെയ്തിരിക്കും, അതിനെയൊക്കെ ബേസ് ചെയ്തിരിക്കും ഈ ഒരു മീറ്റർ എന്ന് പറയുന്നത്. നമ്മൾ യാംബിക് പെന്റമീറ്റർ എന്നൊക്കെ പറയാറില്ലേ, യാംബിക് പെന്റമീറ്റർ, അതാണ് മീറ്റർ എന്ന് പറയുന്നത്. പിന്നെ അസോണൻസ് എന്താ? അസോണൻസ് ഇൻ പോയട്രി ഈസ് ദ റെപ്പിറ്റേഷൻ ഓഫ് സിമിലർ വവൽ സൗണ്ട്സ് in words that are close together in a line or lines of a poem. നമ്മൾ അലിട്രേഷൻ പറഞ്ഞ പോലെ തന്നെ അലിട്രേഷനിൽ എന്താണ് കോൺസണന്റ് സൗണ്ട്സ് ആണ്. ഓക്കെ, കോൺസണന്റ് സൗണ്ട്സ് ആണ് നമ്മൾ നോക്കുക. പക്ഷെ ഈ അസണൻസിൽ വവൽ സൗണ്ട്സ് ആണ് നോക്കുന്നത്. അതാണ് അതിന്റെ ഡിഫറൻസ് കേട്ടോ. വേർഡ്സ് അടുത്തടുത്ത് കേൾക്കുന്ന വേർഡ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് വവൽ സൗണ്ട്സ് വരുമ്പോൾ അവിടെ നമ്മൾ അസണൻസ് ആണ് അവിടെ കാണുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, using words or letters to imitate sounds is known as. സൗണ്ട്സിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ, ശബ്ദങ്ങളെ നമ്മൾ അനുകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേർഡ്സിനോ ലെറ്റേഴ്സിനോ യൂസ് ചെയ്യുന്നതിനെ എന്താണ് വിളിക്കുക? അലിട്രേഷൻ ആണോ, സിമി ആണോ, ഓണോമറ്റോപോയ ആണോ, മെറ്റഫർ ആണോ? അലിട്രേഷൻ നമ്മളിപ്പോ തന്നെ കണ്ടു, അത് വേറൊരു സംഭവമാണ്. സിമിലി നമുക്കറിയാം, സിമിലി മെറ്റഫറും കമ്പയർ ചെയ്യുന്നതാണ് അല്ലെ, തിങ്സിനെ കമ്പയർ ചെയ്യുന്നതാണ് ഈ സിമിലി മെറ്റഫർ. അപ്പൊ അതുമല്ല. പിന്നെ ആരാണ് ബാക്കിയുള്ളത്? അഫ്കോഴ്സ് ഓണോമറ്റോപോയ. ഓക്കെ, ഓണോമറ്റോപോയ എന്ന് പറയുന്നത് നമ്മള് സൗണ്ട്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻഡിക്കേറ്റ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ നമ്മള് ഹിസ് സൗണ്ട്, ഹിസ്, നമ്മൾ സ്നേക്കിനെ എന്താ പറയാ, സ്നേക്കിന്റെ ആ ഒരു സൗണ്ട് ആണല്ലോ ഹിസ്, അത് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ഹിസ് എന്ന വാക്കുണ്ട്, HISS, ആ വേർഡ് ശരിക്കും ഈ പാമ്പിന്റെ ശബ്ദമാണല്ലോ. അപ്പൊ അതൊരു ഓണോമറ്റോപോയിക് വേർഡാണ്. പിന്നെ ബാർക്കിംഗ് ഡോഗ്സിന്റെ സൗണ്ട് ബൗ ബൗ അല്ലെ. അതുപോലെ നമ്മൾ ഓരോ ആനിമൽസ് മാത്രമല്ല കേട്ടോ, എന്തും ആയിക്കോട്ടെ, അതിന്റെ സൗണ്ട്സിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ്, അതാണ് എന്ത് ഈ ഒരു ഓണോമറ്റോപോയ എന്ന് പറയുന്നത്. സിമിലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിമിലി മെറ്റഫറും തിങ്സിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സിമിലി ആണെങ്കിൽ ഈ കമ്പാരിസണിന്റെ ഇടയിൽ ലൈക്ക് വരും. ഫോർ എക്സാമ്പിൾ വൈറ്റ് ലൈക്ക് മിൽക്ക്, പാല് പോലെ വെളുത്തത്, അവിടെ ലൈക്ക് എന്ന വാക്ക് ഉപയോഗിച്ചു അല്ലെ. അല്ലെങ്കിൽ റെഡ് ആസ് റോസ്, റോസ് പൂവിന്റെ പോലെ റെഡ് ആയിട്ടുള്ളത്. അപ്പോൾ ആ രണ്ട് കമ്പയർ ചെയ്യുന്ന തിങ്സിന്റെ സെന്ററിൽ നമ്മൾ എന്ത് കമ്പയർ ചെയ്യണ നമ്മൾ ഇന്നതുപോലെ ഇന്നതെന്ന് പറയില്ലേ, അതിന്റെ ഇടയിൽ നമ്മൾ ലൈക്ക് അല്ലെങ്കിൽ ആസ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് സിമിലിയാണ്, അല്ലെങ്കിൽ മെറ്റഫറാണ്. ലൈക്കും ആസ് ഒന്നും ഇല്ല, ഒരു സാധനം മറ്റു സാധനത്തിനെ പോലെ എന്ന് പറയുകയാണെങ്കിൽ അത് മെറ്റഫറാണ്. ലൈക്കും ആസും വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓഫ് കോഴ്സ് സിമിലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്റ്റഡി ഓഫ് പോയട്രീസ് മീറ്റർ ആൻഡ് ഫോം കോൾഡ്? പോയട്രിയുടെ മീറ്ററിന്റെയും ഫോമിനെയും പറ്റി പഠിക്കുന്നതിന് നമ്മൾ എന്താണ് വിളിക്കുക? Prosody, pathology, rheumatology, scansion. The answer is prosody. Okay, so the prosody is a systematic study of meter, rhythm, and intonation in poetry and prose. Okay, ഒരു പോയട്രി മാത്രമല്ല പ്രോസും ആയിക്കോട്ടെ, അതിന്റെ മീറ്റർ, റിതം, ഇന്റോണേഷൻ ഇതെല്ലാം നമ്മൾ അതിനെ പഠിക്കുന്ന, അതിന്റെ ആ ഒരു പഠനത്തെ പറയുന്നതാണ്, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനത്തെ പറയുന്നതാണ് prosody എന്ന് പറയുന്നത്. ഓക്കെ, meter, we already said meter refers to the rhythmic structure of lines in a poem which is based on the stressed and unstressed syllables. നമ്മൾ നേരത്തെ മീറ്ററിനെ കുറിച്ച് പറഞ്ഞതാണ്. While form refers to the poem's overall structure including line length, stanza structure and rhyme scheme. അപ്പോൾ ഒരു പോം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്ട്രെസ്ഡ് അൺസ്ട്രെസ്ഡ് സിലബിൾസിന്റെ ആ ഒരു പാറ്റേണിനൊക്കെ കുറിച്ച് പഠിക്കുന്നത് നമ്മൾ മീറ്റർ എന്ന് പറയും. ഓക്കെ, അതെല്ലാം അതിന്റെ ആ പോയത്തിന്റെ മീറ്ററിൽ വരുന്നതാണ്.
പക്ഷെ ഫോം എന്താണ്? ഒരു പോയത്തിന്റെ ഫോം എന്താണ്? ഫോം എന്ന് പറയുന്നത് ആ പോയത്തിന്റെ ഒരു മൊത്തത്തിലൊരു സ്ട്രക്ചർ, എത്ര ലൈൻസ് ഉണ്ട്, എന്തോരം സ്റ്റാൻസുകൾ ഉണ്ട്, അതിന്റെ റൈം സ്കീം എന്താണ്, അതെല്ലാം ആ പോയത്തിന്റെ ഫോമിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. അതൊന്നും അറിഞ്ഞിരിക്കുക. പിന്നെ നമ്മൾ ഓപ്ഷൻസിൽ തന്ന മറ്റ് സംഭവങ്ങൾ, പൊത്തോളജി എന്ന് നമ്മൾ കേട്ടിട്ടില്ല അല്ലെ. പിന്നെ റിമറ്റോളജി എന്ന് പറയുന്നത് മെഡിക്കൽ സംബന്ധമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു വാക്കാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ഫസ്റ്റ് ട്രാജഡി ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഈസ്. നമ്മൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഫസ്റ്റ് ട്രാജഡി എന്ന് പൊതുവെ അറിയപ്പെടുന്നത് ഏത് വർക്കാണ്? ഹാംലെറ്റ് ആണോ, ഗോർബിഡക് ആണോ, ഡോക്ടർ ഫോസ്റ്റേഴ്സ് ആണോ, റാൽഫ് റോയ്സ്റ്റഡ് ആണോ? ഇതിലേതാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഫസ്റ്റ് ട്രാജഡി? ഇറ്റ്സ് ഓഫ് കോഴ്സ് ഗോർബിഡക്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതൊക്കെ റിപ്പീറ്റഡ്ലി കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഈ ഗോർബിഡക് അതിന്റെ ഫുൾ നെയിം ദ ട്രാജഡി ഓഫ് ഗോർബിഡക് എന്നാണ്. ഇറ്റ്സ് ഓൾസോ ടൈറ്റിൽഡ് ആസ് ഫെറക്സ് ആൻഡ് പോറക്സ്. ഇതിന്റെ മറ്റൊരു ടൈറ്റിൽ ഫെറക്സ് ആൻഡ് പോറക്സ് ആണ്. അപ്പൊ ഫെറക്സ് ആൻഡ് പോറക്സ് കേട്ട് കഴിഞ്ഞാൽ ഗോർബിഡക് ഓർമ്മ വരണം, ഗോർബിഡക്കിന് കേട്ട് കഴിഞ്ഞാൽ ഫെറക്സ് ആൻഡ് പോറക്സിനും ഓർമ്മ വരണം. ദിസ് ഇസ് ആൻ ഇംഗ്ലീഷ് പ്ലേ ഫ്രം 1561. 1561 കേട്ടോ ഇത് ഫസ്റ്റ് പെർഫോം ചെയ്തിട്ടുള്ളത്. എഴുതിയിരിക്കുന്നത് ആരൊക്കെയാണ്? തോമസ് നോർട്ടൺ ആൻഡ് തോമസ് സാക്വില്ലെ. ഈ രണ്ടുപേരാണ്, അത് മറക്കരുത്. ഈ ഗോർബിഡക് എന്താണ് പറയുന്നത്? എന്താണ് അതിന്റെ കഥ? ഇറ്റ് ടെൽസ് ദ സ്റ്റോറി ഓഫ് കിങ് ഗോർബിഡക് ഓഫ് ബ്രിട്ടൻ, who against advice divides his kingdom between his sons Ferox and Porrex, leading to a violent sibling rivalry, murder and eventual chaos in the realm. അപ്പോ ബ്രിട്ടനിലെ കിങ് ഗോർബിഡക്കിനെ കുറിച്ചുള്ള ഒരു ഒരു സ്റ്റോറിയാണിത്. അദ്ദേഹം മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ആളുടെ അഡ്വൈസറിന്റെ ഉപദേശത്തിനെതിരെയായിട്ട് ഇയാൾ എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന്റെ കിങ്ഡം ആർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു? ഫെറക്സിനും പൊറക്സിനും ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ആ ഡിവൈഡ് ചെയ്ത് കിട്ടിയതിനു ശേഷം ഈ ഫെറക്സിന്റെ പൊറക്സിന്റെ ഇടയിൽ എന്ത് സംഭവിക്കാണ്? ക്ലാഷ്, ഫൈറ്റും പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുകയാണ്. അങ്ങനെ ഒരു ട്രാജഡിയിലാണ് വന്ന് എത്തുന്നത്. അതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു കോണ്ടന്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ റോട്ട് ദി ഹോണ്ട് ഓഫ് ബാസ്കർവിൽസ്? ആരാണ് ദ ഹോണ്ട് ഓഫ് ബാസ്കർവിൽസ് എഴുതിയിരിക്കുന്നത്? അഗത ക്രിസ്റ്റി ആണോ, റൈറ്റർ ഹെഗർ ആണോ, പി.ഡി. ജെയിംസ് ആണോ, ആർത്തർ കോണൻ ഡോയ്ൽ ആണോ? Who wrote this? The Hound of Baskervilles. The answer is Arthur Conan Doyle. This was published serially from 1901 to 1902. ഇതൊരു സീരീസ് ആയിട്ട് 1901 മുതൽ 1902 വരെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, സീരീസ് ആയിട്ട് കേട്ടോ. ഇറ്റ് ഈസ് സെറ്റ് ഇൻ ഇംഗ്ലണ്ട്. അപ്പൊ ഈ ഒരു വർക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. And it follows the story of the Baskerville family's superstition that there is a demonic hound that stalks and murders them. അപ്പൊ ഇവരുടെ എന്താ പറയുക, ഇതിനുള്ളിലുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഇതിന്റെ മെയിൻ ഒരു ത്രെഡ് എന്ന് പറയുന്നത് ഇവരുടെ സൂപ്പർസ്റ്റിഷൻ ആണ്. ഈ ബാസ്കർവിൽ ഫാമിലിയുടെ ഒരു അന്ധവിശ്വാസം എന്താണ്? അവിടെ ഒരു ഡിമോണിക് ഹോണ്ട് ഉണ്ട്, അത് എന്ത് ചെയ്യും? ഇവരെ വധിക്കും എന്നൊരു, അല്ലെങ്കിൽ അവരെ മർഡർ ചെയ്യും എന്നുള്ളൊരു ഒരു തോട്ട് അവർക്കുണ്ട്, വിശ്വാസം. അപ്പൊ അങ്ങനെ പോകുന്ന ഒരു കഥയാണത്. The third of the 4 crime novels by British writer Arthur Conan Doyle featuring the detective Sherlock Holmes. അപ്പൊ ഷെർലക് ഹോംസിനെ ഫീച്ചർ ചെയ്തുകൊണ്ടുള്ള ഇദ്ദേഹത്തിന്റെ ആർത്തർ കോണൻ ഡോയിലിന്റെ 4 ക്രൈം നോവൽസിൽ 3ാമത്തെ ക്രൈം നോവലാണ് ഇത്. ഓക്കെ, ദ ഹൗണ്ട് ഓഫ് ബാസ്കർവിൽസ്. അപ്പൊ ഇതൊരു ഡിറ്റക്റ്റീവ് സ്റ്റോറിയാണെന്ന് കൂടി മനസ്സിലായി അല്ലേ? ഷെർലക് ഹോംസിന് തന്നെയാണ്, ഷെർലക് ഹോംസിനെ ഫീച്ചർ ചെയ്തിട്ടുള്ള ഒരു വർക്ക് തന്നെയാണിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When was the 100 Years' War fought? 100 Years' Warന്റെ ആ ഒരു സ്പാൻ ഓഫ് ടൈം ആണ് ചോദിക്കുന്നത്. 1300 to 1350, 1337 to 1453, 1302 to 1343, 1305 to 1345. 100 Years' War എന്നായിരുന്നു? എന്ന് മുതൽ എന്ന് വരെയായിരുന്നു? The answer is 1337 to 1453. This was a series of conflicts between England and France over succession to the French throne. അപ്പോൾ ഇത് ഇംഗ്ലണ്ടും, നമുക്കറിയാലോ ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ളൊരു നീണ്ട ഒരു യുദ്ധമായിരുന്നു. ഓക്കെ, ഫൈനലി ഫ്രഞ്ച് ആണ് അതിൽ സക്സീഡ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സഖി ഇസ് ദ പെൻ നെയിം ഓഫ്. സഖി എന്ന് പറയുന്നത് ആരുടെ തൂലികാനാമമാണ്? ആരാണ് ഈ ഒരു പെൻ നെയിം ഉപയോഗിച്ച് എഴുതിയിരുന്നത്? ഹെക്ടർ ഹ്യൂഗ് മോൺറോ, സോമർസെറ്റ് മോം, ജോർജ് ഓർവെൽ, ആൽഡസ് ഹക്സ്ലി. ആരാണ്?
ആരുടെ പേരാണത്? പെന്നേമാണ് സഖി. ദി ആൻസർ ഈസ് ഹെക്ടർ ഹ്യൂഗ് മൺറോ. അദ്ദേഹത്തിന്റെയാണ് കേട്ടോ. H മൺറോ എന്നാണ് നമ്മൾ കൂടുതലും കേട്ടിട്ടുണ്ടാവുക. അദ്ദേഹത്തിന്റെ പെന്നേമാണ് സഖി. പിന്നെ ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ടേബിളിൽ കുറെ ഓത്തേഴ്സും അവരുടെ പെന്നേംസും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. കാരണം ആരുടെ പെന്നേമാണെന്ന് ചോദിക്കാൻ നമുക്ക് അറിയില്ലല്ലോ. സോ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇവരെല്ലാവരെയും. Next one, the two cities in the tale of two cities are in. The tale of two cities നമുക്കറിയാം ആരുടെ വർക്കാണ്? ചാൾസ് ഡിക്കൻസിന്റെ അല്ലെ, വളരെ ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ വർക്കാണ് ദ ടെയിൽ ഓഫ് ടു സിറ്റീസ്. അപ്പൊ ഈ ടെയിൽ ഓഫ് ടു സിറ്റീസിലെ ആ രണ്ട് സിറ്റീസ് ഉണ്ടല്ലോ, അത് എവിടെയാണ്? ദേ ആർ ഇൻ ഡാഷ്. എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെ സിറ്റീസ് ആണെന്നല്ല. നമ്മൾ ചോദിക്കും ആ സിറ്റീസ് മറ്റേതാണ്, പാരീസും ലണ്ടനുമാണ്, അതല്ല ചോദിക്കുന്നത്. അത് എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. ഇംഗ്ലണ്ട് ആൻഡ് ഫ്രാൻസ് ആണോ? ഇംഗ്ലണ്ട് ആൻഡ് ജർമ്മനി ആണോ? സ്പെയിൻ ആൻഡ് ഫ്രാൻസ് ആണോ? ഇംഗ്ലണ്ട് ആൻഡ് ഇറ്റലി ആണോ? Of course, we know it's in England and France. Okay, ഇംഗ്ലണ്ടിന്റെയും ഫ്രാൻസിന്റെയും ക്യാപിറ്റലാണ് അത്. ഏത്? നമ്മളെ ലണ്ടനും പാരീസും. അപ്പൊ സിറ്റീസ് ചോദിച്ചു കഴിഞ്ഞാൽ ലണ്ടനും പാരീസും ആണ്. അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് ആൻഡ് ഫ്രാൻസിൽ. ഓക്കെ, സോ പിന്നുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമുക്കറിയാം. ദ ടെയിൽ ഓഫ് ടു സിറ്റീസ് എന്ന് പറയുന്നത് ചാൾസ് ഡിക്കൻസിന്റെ ഒരു നോവലാണ്. ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓഫ് ഹിസ്റ്ററിക്കൽ ഫിക്ഷൻ. ഇതൊരു ഹിസ്റ്ററിക്കൽ ഫിക്ഷൻ ആണ്. സെറ്റ് ചെയ്തിട്ടുള്ള ഇയർ എന്ന് പറയുന്നത് 1775 മുതൽ 1792, ഈ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങൾ. ബിഫോർ ആൻഡ് ഡ്യൂറിങ് ദ ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രഞ്ച് റവല്യൂഷൻ മുമ്പും ഫ്രഞ്ച് റവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹിസ്റ്ററിക്കൽ ഫിക്ഷൻ ആണ് ഈ ഒരു വർക്ക്, ദ ടെയിൽ ഓഫ് ടു സിറ്റീസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ ഒരു വാർ 100 years വാർക്ക് നടന്നിട്ടുള്ളത് ആര് തമ്മിലാണ്? ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലാണ്. അപ്പം അതിനൊക്കെ വെച്ചിട്ട് അതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫിക്ഷണൽ സ്റ്റോറിയാണ്. ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിൽട്ടൺസ് കോമസ് ഈസ്. മിൽട്ടന്റെ കോമസ് എന്ന് പറഞ്ഞ വർക്ക് ആ പോം എന്താണ്? ഒരു എപ്പിക് പോം ആണോ? ബാലഡ് ആണോ? മാസ്ക് ആണോ? എലജി ആണോ? മിൽട്ടൺസ് കോമസ്, ഇറ്റ് ഈസ് എ മാസ്ക്. ഇതൊരു മാസ്ക് ആണ് കേട്ടോ. So it was Milton's first dramatizing of his great theme, the conflict of good and evil. അപ്പോൾ അദ്ദേഹത്തിന്റെ മിക്ക പോംസിലും നമ്മൾ കാണുന്ന ഒരു തീമാണ് ഇതൊരു ഗുഡ് ആൻഡ് ഈവിളിനെ കുറിച്ചുള്ള. അപ്പൊ അതിനെ ഡ്രമറ്റൈസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് അദ്ദേഹത്തിന്റെ വർക്കാണ് ഈ ഒരു കോമസ് എന്ന് പറയുന്ന വർക്ക്. The allegorical story centers on a virtuous lady who becomes separated from her two brothers while traveling in the woods. അപ്പൊ ഈ ഒരു കഥ ആരെയാണ് സെൻറ്റർ ചെയ്യുന്നത്? ഒരു വിർച്വസ് ലേഡി, നല്ലൊരു കുറെ നല്ല വിർച്വസ് നല്ല കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുന്ന ഒരു ലേഡി. ആ ലേഡീനെ ചുറ്റിപ്പറ്റിട്ടുള്ള ഒരു കഥയാണിത്. സോ ഷീ ബിക്കംസ് സെപ്പറേറ്റഡ് ഫ്രം ഹർ ടു ബ്രദേഴ്സ് വൈൽ ട്രാവലിംഗ് ഇൻ ദ വുഡ്സ്. അപ്പോൾ ഒരു കാട്ടിലൂടെ ഉള്ളൊരു യാത്രക്കിടയിൽ അവളുടെ രണ്ട് ബ്രദേഴ്സിൽ നിന്നും ഇവര് വേർപെട്ട് പോവാണ്. അങ്ങനെ പോകുന്നൊരു കഥയാണിത്. ഓക്കെ, ദിസ് വർക്ക് ഈസ് പബ്ലിഷ്ഡ് ഇൻ 1634. അപ്പൊ ചിലർക്ക് സംശയം ഉണ്ടാവും, എന്താണ് ഈ മാസ്ക് എന്ന് പറയുന്നത്? എപ്പിക് പോയം ഓഫ് കേട്ടിട്ടുണ്ട്, ബാലഡ് അറിയാം, എലജി എന്താണെന്ന് അറിയാം, മാസ്ക് എന്താണ്? ചിലർക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് വന്നേക്കാം. അപ്പൊ മാസ്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡ്രമാറ്റിക് തിയേറ്ററിക്കൽ എന്റർടൈൻമെന്റ് ദാറ്റ് കമ്പൈൻസ് എലമെന്റ്സ് ഓഫ് ഓപ്പറ, തിയേറ്റർ, ബാലഡ് ആൻഡ് ഡാൻസ്. ഈ മാസ്ക് എന്ന് പറയുന്നത് ഈ എല്ലാ എലമെന്റ്സും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. ഡ്രമാറ്റിക് ആവും, അത് തിയേറ്ററിക്കൽ എന്റർടൈൻമെന്റ് ആണ്. അതിൽ എന്തൊക്കെ എലമെന്റ്സ് ഉണ്ടാവും? ഓപ്പറ, തിയേറ്റർ, ബാലറ്റ്, ഡാൻസ്, ഇതെല്ലാം ഈ എല്ലാ എലമെന്റ്സും അടങ്ങിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ എല്ലാ എലമെന്റ്സിനെയും കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു ഒരു ലിറ്ററി ഫോം ആണ് എന്ത് ഈ മാസ്ക് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് എ പോപ്പുലർ ഫോം ഓഫ് കോർട്ട് എന്റർടൈൻമെന്റ്, particularly during Stuart period in England, and often involved lavish costumes, music and allegorical stories. അപ്പോൾ ഇത് പോപ്പുലർ ആയിട്ടുള്ള ഒരു കോർട്ടിലെ എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് മാസ്ക് ഉണ്ടാക്കുന്നത്. ഓക്കെ, എസ്പെഷ്യലി ഡ്യൂറിങ് സ്റ്റുവാർട്ട് പീരീഡ് ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ സ്റ്റുവാർട്ട് പീരീഡിലാണ് ഇത് ശരിക്കും എന്ത് ചെയ്തിട്ടുള്ളത്, പോപ്പുലർ ആയിട്ടുള്ളത്. ഇതിലെ കോസ്റ്റ്യൂംസ് എല്ലാം വളരെ ലാവിഷ് ആയിരിക്കും, ബിക്കോസ് കോർട്ടിൽ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ നല്ല ലാവിഷ് കോസ്റ്റ്യൂംസും മ്യൂസിക്കും നല്ല അലഗറിക്കൽ സ്റ്റോറീസും ആയിരിക്കും ഇതിന്റെ എന്ത് കോൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ ഇതാണ് മാസ്ക് കേട്ടോ. അപ്പോൾ മിൽട്ടന്റെ കോമസ് എന്ന് പറയുന്നത് ഒരു മാസ്ക് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു പുട്ട് ഫോർവേഡ് ദ ടച്ച് സ്റ്റോൺ മെത്തഡ് ഇൻ ലിറ്റററി ക്രിറ്റിസിസം? പലപ്പോഴും ചോദിച്ചു കണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്.
ദ ടെക്സ്റ്റ് സ്റ്റോൺ മെത്തഡ് ആരാണത് മുന്നോട്ട് വെച്ചിട്ടുള്ളത്? മാത്യു അർണോൾഡ്, ടി.എസ്. ഇലിയറ്റ്, ഐ.എ. റിച്ചാർഡ്സ്, എഫ്.ആർ. ലെവിസ്. The answer is Matthew Arnold. Okay. The text-on method introduced by Matthew Arnold in his essay The Study of Poetry. അതും ഓർത്തിരിക്കുക. ഏത് വർക്കിലാണ് മാത്യു അർണോൾഡ് ടെക്സ്റ്റ്-ഓൺ മെത്തഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് അദ്ദേഹത്തിന്റെ എസ്സേ ഏതാണ്? ദ സ്റ്റഡി ഓഫ് പോയട്രി. അത് മറന്നു പോയത് കേട്ടോ. ദ സ്റ്റഡി ഓഫ് പോയട്രി എന്ന് പറഞ്ഞ എസ്സേയിലാണ് അർണോൾഡ് ഇതിനെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് എ കമ്പാരറ്റീവ് ലിറ്റററി ക്രിറ്റിസിസം ടെക്നിക്. ഇതൊരു കമ്പയർ ചെയ്യുന്ന ഒരു ക്രിറ്റിസിസം, ലിറ്റററി ക്രിറ്റിസിസത്തിന്റെ ഒരു ടെക്നിക്കാണിത്. ഇറ്റ് ഇൻവോൾവ്സ് ഷോർട്ട് ഡിസ്റ്റിങ്ക്റ്റീവ് പാസേജസ് ഫ്രം എസ്റ്റാബ്ലിഷ്ഡ് ലിറ്റററി മാസ്റ്റർ പീസസ് ആസ് എ സ്റ്റാൻഡേർഡ് അഗെയിൻസ്റ്റ് വിച്ച് ടു മെഷർ അതർ വർക്ക്സ്. അതായത് ഒരു വർക്ക് ഇറങ്ങുമ്പോൾ അതിനെ അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ക്രിറ്റിസൈസ് ചെയ്യാൻ സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ചാൽ മുമ്പേ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മാസ്റ്റർ പീസ് വർക്കുകൾ ഉണ്ടാവുമല്ലോ, അതിനെ വെച്ചിട്ട് എന്ത് ചെയ്യും? ഈ ഒരു പുതിയ വർക്കിനെ കമ്പയർ ചെയ്യും. അതാണ് ഈ ഒരു ടെക്സ്റ്റ്-ഓൺ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, പുതുതായിട്ട് വന്ന ലിറ്റററി പീസിനെ മുമ്പേ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മാസ്റ്റർ പീസ് വർക്കുകളിലെ ചില പാസേജുകളാണ്, ചില ഷോർട്ട് ആയിട്ടുള്ള പാർട്സ് എല്ലാം വെച്ചിട്ട് എന്ത് ചെയ്യും? കമ്പയർ ചെയ്യും. ഓക്കെ, ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു മെത്തഡാണ് ഈ ഒരു ടെക്സ്റ്റ്-ഓൺ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Where were the pilgrims going in the Canterbury Tales? Canterbury Talesലെ പിൽഗ്രിംസ് എങ്ങോട്ടാണ് പോയിരുന്നത്? To the shrine of St. Peter, to the shrine of St. Thomas Becket, to visit the Pope in Italy, or to Jerusalem? എങ്ങോട്ടാണ് അവർ പോയത്? കാന്റർബറി ടേൽസ് അതിനെക്കുറിച്ച് കുറച്ചെങ്കിലും അറിയുന്ന ആൾക്കാർക്ക് പോലും ഇതിന്റെ ആൻസർ അറിയാൻ പറ്റും. ഓഫ് കോഴ്സ് അവർ പോകുന്നത് to the shrine of St. Thomas Becket. The Canterbury Tales is a collection of 24 stories. അല്ലെ, 24 സ്റ്റോറീസ് അതിലുണ്ട്, 24 tales അതിലുണ്ട്. It was written in Middle English by Geoffrey Chaucer between 1387 and 1400. ഇതിനിടയിലാണ് എപ്പോഴും എഴുതിയിട്ടുള്ളത്. നമുക്ക് കറക്റ്റ് സ്പെസിഫിക് ഇയർ അറിയില്ല അല്ലെ. മിഡിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത്. അതിൽ 24 tales ഉണ്ട്. എത്ര പിൽഗ്രിംസ് ഉണ്ട്? 29 pilgrims. Next question. What is a sestet? എന്താണ് sestet? The second division of an Italian sonnet ആണോ? The first division of an Italian sonnet ആണോ? The second division of a Shakespearean sonnet ആണോ? The first division of a Shakespearean sonnet ആണോ? അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഈ ഒരു സൊണറ്റിന്റെ ഭാഗമാണെന്ന് മനസ്സിലായി അല്ലെ. സെസ്റ്ററ്റ് എന്ന് പറയുന്നത് ഒരു സൊണറ്റിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ഇതിൽ രണ്ട് ടൈപ്പ് ഓഫ് സൊണറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇറ്റാലിയൻ സൊണറ്റും ഷേക്സ്പീരിയൻ സൊണറ്റും. ഇതിൽ അപ്പോൾ ഫസ്റ്റ് ഡിവിഷൻ ആണോ സെക്കൻഡ് ഡിവിഷൻ ആണോ എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. The answer is the second division of an Italian sonnet. ഇറ്റാലിയൻ സോണറ്റിന്റെ സെക്കൻഡ് ഡിവിഷൻ, അതായത് ഒരു സോണറ്റിന് രണ്ട് പാർട്സ് ആക്കും. അത് ചിലപ്പോൾ ഈക്വൽ ലൈൻസ് ആയിരിക്കില്ല. ഓക്കെ, സോണറ്റ് നമുക്കറിയാം ഇറ്റ്സ് എ പോം ഓഫ് 14 ലൈൻസ് അല്ലെ. 14 വരികളുള്ള ഒരു പോത്തിനെയാണ് നമ്മൾ സോണറ്റ് എന്ന് പറയുന്നത്. അതിനെ രണ്ട് പീസ് ആക്കും, അത് ഈക്വൽ പീസ് ആവണമെന്നില്ല. ഓക്കെ, അപ്പൊ ഇറ്റാലിയൻ സോണറ്റിന്റെ രണ്ടാമത്തെ പീസ്, രണ്ടാമത്തെ ഡിവിഷനെയാണ് നമ്മൾ സെസ്റ്ററ്റ് എന്ന് പറയുന്നത് കേട്ടോ. So, in poetry, a sestet is a stanza or poem consisting of 6 lines. അപ്പൊ സെസ്റ്ററ്റ് എന്ന് പറയുന്നത് 6 വരിയാണ്. മനസ്സിലായോ? അപ്പൊ മേലത്തെ 8 വരി കഴിഞ്ഞിട്ട് ബാക്കി 6 വരിയാണ് ഈ സോണറ്റിൽ, ഇറ്റാലിയൻ സോണറ്റിൽ ഫസ്റ്റ് 8 ലൈൻസ് ഉണ്ട്. അതേ നമ്മൾ ഒക്റ്ററ്റ് എന്ന് പറയും. ഓക്കെ, ഒക്റ്ററ്റ്. ബാക്കി വരുന്ന 6 ലൈൻസിനെയാണ് ഈ സെസ്റ്ററ്റ് എന്ന് പറയുന്നത്. More specifically, it often refers to the final 6 lines of a Petrarchan or Italian sonnet. Italian sonnet മറ്റൊരു പേരാണ് Petrarchan sonnet. In these sonnets, the sestet typically follows an octave, and marks the volta or turning point where the poem's argument or perspective shifts. അത് കഥയുടെ ആ ഒരു വഴിത്തിരിവിനെ കാണിക്കുന്നതാണ്. കഥ അല്ല, ആ പോയത്തിൽ പറയുന്ന കഥയില്ല, ആ പോയത്തിന്റെ ആ ഒരു തീം ഉണ്ടല്ലോ, അതിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണ് ശരിക്കും എവിടെ വരുന്നത്? ഈ ലാസ്റ്റ് 6 ലൈൻസിൽ വരുന്നത്. അപ്പൊ ഇതിന്റെ സ്റ്റാർട്ടിംഗ്, അതായത് ഫസ്റ്റ് ഡിവിഷൻ എന്ന് പറയുന്നത് ഒക്ടേവ് ആണ്. ആ ഒക്ടേവിനെ ഫോളോ ചെയ്ത് വരുന്ന 6 വരികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെസ്റ്ററ്റ് എന്ന് പറയുന്നത്. ഇത് സോണറ്റിന്റെ പാർട്സ് ആണ്. ഒക്ടേവ്, ഫസ്റ്റ് 8 ലൈൻസ്, സെസ്റ്ററ്റ്, ലാസ്റ്റ് 6 ലൈൻസ്. വോൾട്ട എന്ന് പറയുന്നത് ഒരു ടേണിംഗ് പോയിന്റ് ഓഫ് ദ സോണറ്റ് ആണ്. പിന്നെ കപ്ലെറ്റ് ഉണ്ട്, 2 റൈമിംഗ് ലൈൻസ് ഓഫ് ദ പോയട്രി. കപ്ലെറ്റ് മീൻസ് ലാസ്റ്റ് എന്താ പറയാ, 2 വരിയില്ലേ,
കപ്ലെറ്റ് നമുക്കറിയാം, കപ്പിൾ രണ്ടുപേരാണ് അതിലുണ്ടാവുക. കപ്ലെറ്റ്സ് എന്ന് പറയുമ്പോൾ 2 ലൈൻസ്, 2 റൈമിംഗ് ലൈൻസ് ഓഫ് പോയട്രി. ക്വാട്രെയിൻ എന്ന് പറയുന്നത് 4 റൈമിംഗ് ലൈൻസ് ഓഫ് പോയട്രി. അറിഞ്ഞിരിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് ദ ഓഥർ ഓഫ് പിയേഴ്സ് ദ പ്ലോമാൻ? സർ തോമസ് മലോറി, ജോൺ മിൽട്ടൺ, ജെഫ്രി ജോസഫ്, വില്യം ലാംഗ്ലാൻഡ്. ഇവരെയാണ് ഓപ്ഷൻസ് ഉള്ളത്. പിയേഴ്സ് ദ പ്ലോമാൻ എഴുതിയത് ആരാണ്? ഇസ് വില്യം ലാംഗ്ലാൻഡ്. Pierce Plowman is about a series of visions the poem's protagonist experiences. അപ്പൊ ഇതിലുള്ളത് എന്താന്ന് വെച്ചാൽ അതിന്റെ ആ ഒരു പ്രൊട്ടഗോണിസ്റ്റ് ഉണ്ടല്ലോ, ആ പോയത്തിലുള്ള സെൻട്രൽ ക്യാരക്ടർ, അദ്ദേഹം എന്താ പറയാ നോക്കിക്കാണുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ചില കാഴ്ചപ്പാടുകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചില കാഴ്ചപ്പാടുകളാണ് ഈ ഒരു പോയത്തിലുള്ളത്. Each vision has religious themes and explores the social milieu of England at the time that Langland was writing. അപ്പോൾ വില്യം ലാംഗ്ലാൻഡ് ഈ പോയം എഴുതുന്ന സമയത്ത് ഇംഗ്ലണ്ടിന്റെ ആ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ സോഷ്യൽ സിനാരിയോ, ആ ഒരു സോഷ്യൽ സെറ്റപ്പ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു എന്താ പറയാ ആ ഒരു എക്സ്പീരിയൻസുകൾ ഇരിക്കുന്നത് അദ്ദേഹത്തിന്റെ. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന്റെ ഓരോ വിഷനും, അദ്ദേഹം അതിൽ കുറിക്കുന്ന ഓരോ കാഴ്ചപ്പാടുകളിലും നമുക്ക് എന്ത് കാണാൻ കഴിയും? ആ കാലത്തെ ഇംഗ്ലണ്ടിലെ സോഷ്യൽ സിറ്റുവേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇറ്റ്സ് എ മിഡിൽ ഇംഗ്ലീഷ് അലിഗറിക്കൽ നെറേറ്റീവ് പോയം. ഓക്കെ, അതൊരു എന്താണ്, മിഡിൽ ഇംഗ്ലീഷിൽ തന്നെയാണ്, നമ്മളെ ചോസർ എഴുതിയിരുന്ന പോലെ മിഡിൽ ഇംഗ്ലീഷിൽ തന്നെയാണ് ആ പോയം ഉള്ളത്. ഇറ്റ്സ് റിട്ടൺ ഇൻ അൺറൈംഡ് alliterative verse divided into sections called passes. അത് അൺറൈംഡ് ലൈൻസ് ആണ്. നമുക്ക് റൈമിംഗ് വേർഡ്സോ റൈമിംഗ് സ്കീം ഒന്നും കാണാൻ കഴിയില്ല. അലിറ്ററേറ്റീവ് വേർഡ്സ് ആണ്. ആൻഡ് ഓൾസോ സെക്ഷൻസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ സെക്ഷനെയും നമ്മൾ പാസസ് എന്നാണ് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ മാർലോസ് പ്ലേ വാട്ട് വാസ് ദ നെയിം ഓഫ് ജ്യൂ ഓഫ് മാൾട്ട? മാർലോന്റെ ഒരു പ്ലേ ആണ് അല്ലെ ജ്യൂ ഓഫ് മാൾട്ട എന്ന് പറയുന്നത്. അതിൽ ഈ ജ്യൂ ഓഫ് മാൾട്ടയുടെ പേരെന്തായിരുന്നു? ലസാറസ് ആണോ, സോളമൺ ആണോ, ബറാബസ് ആണോ, ഷൈലോക്ക് ആണോ? ജ്യൂ ഓഫ് മാൾട്ട, അതില് ആ ജ്യൂ എന്ന് പറയുന്നത് തന്നെ എന്താണ്, മാൾട്ടയിലെ ഒരു റിച്ച് വെൽത്തി മാൻ എന്നാണ് അർത്ഥം. അത് ആളുടെ പേരെന്തായിരുന്നു പ്ലേയിൽ? ദ ആൻസർ ഈസ് ബറാബസ്. ഓക്കെ, ദ ജ്യൂ ഓഫ് മാൾട്ട, അതിന്റെ ഫുൾ ടൈറ്റിൽ എന്ന് പറയുന്നത്, ആ ഒരു വർക്കിന്റെ ഫുൾ ടൈപ്പ്, ആ പ്ലേന്റെ ഫുൾ ടൈറ്റിൽ എന്ന് പറയുന്നത് ദ ഫേമസ് ട്രാജഡി ഓഫ് ദ റിച്ച് ജ്യൂ ഓഫ് മാൾട്ട. ഓക്കെ, അതാണ് ഫുൾ ടൈറ്റിൽ കേട്ടോ. ഈ പ്ലേ ക്രിസ്റ്റഫർ മാർലോന്റെ ആണ്, റിട്ടൺ ഇൻ 1589 ഓർ 1590. ഒരു കറക്റ്റ് ഒരു ഇതില്ല, പല പല ഒപ്പീനിയൻസ് ഉണ്ട്, അതുകൊണ്ടാണ് 1589 ഓർ 1590 എന്ന് പറയുന്നത്. ബറാബാസ് ഈസ് ആൻ എക്സ്ട്രീംലി വെൽത്തി ജ്യൂ ഓഫ് മാൾട്ട. ബറാബാസ് എന്ന് പറയുന്നത് മാൾട്ടയിൽ വളരെ വെൽത്തി ആയിട്ടുള്ള, എക്സ്ട്രീംലി വെൽത്തി ആയിട്ടുള്ള ഒരു ആളാണ്. ഹീസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഗ്ലോട്ടിംഗ് ഓവർ ഹിസ് വെൽത്ത് ആസ് ഹിസ് ഷിപ്സ് ഓൾ കം ടു മാൾട്ട റിച്ച്ലി ലോഡഡ്. അപ്പൊ അദ്ദേഹത്തെ നമുക്ക് സ്റ്റാർട്ടിങ്ങിലെ കാണാൻ കഴിയുന്നത് ഭയങ്കര കാശുകാരനാണ്. ബിക്കോസ് അയാളുടെ ഷിപ്സ് ഒക്കെ റിച്ച്ലി സാധനങ്ങളുമായിട്ടാണ് പോർട്ടിൽ എത്തുന്നത്. Immediately, however, he loses all of his wealth when he refuses to give half of his goods to the state for the tribute required by the Turks. പക്ഷെ അദ്ദേഹം അത്രയും റിച്ച് ആയിട്ടുള്ള അദ്ദേഹത്തിന് പിന്നെ നമ്മൾ കാണുന്നത് എന്താണ്? പോകെ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന്റെ എല്ലാ വെൽത്തും നഷ്ടപ്പെട്ട് പാപ്പരായി നിൽക്കുന്ന ഒരു സ്റ്റേറ്റിലാണ്. ബിക്കോസ് ടർക്സിന് ആവശ്യം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഗുഡ്സിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സാധനങ്ങളിൽ പകുതി കൊടുക്കാൻ പോലും അദ്ദേഹം എന്ത് ചെയ്യില്ല, സമ്മതിച്ചില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു സ്വഭാവ ദൂഷ്യം കൊണ്ട് അദ്ദേഹത്തിന് എന്ത് സംഭവിക്കുകയാണ്? അദ്ദേഹത്തിന്റെ എല്ലാ വെൽത്തും നഷ്ടപ്പെടുകയാണ്. ഓക്കെ, അതാണ് ഈ ഒരു ജ്യൂ ഓഫ് മാൾട്ടയുടെ കഥ കേട്ടോ. ഇപ്പൊ മറക്കണ്ട, ക്രിസ്റ്റഫർ മാർലോന്റെ കഥയാണ്. ഫുൾ ടൈറ്റിൽ ഇതാണ്. ബറാബസ് ആണ് ആ ഒരു ആള്, പ്രൊട്ടഗോണിസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ഓഥർ ഓഫ് ദ നോവൽ കൂലി? കൂലി എന്ന നോവലിന്റെ ഓഥർ ആരാണ്? ഇറ്റ്സ് വെരി സിമ്പിൾ, നമ്മൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാകണം അല്ലേ? അപ്പൊ ഓപ്ഷൻസ് എം പത്മനാഭൻ, മിൽഖ് ആനന്ദ്, രവീന്ദ്രനാഥ് ടാഗോർ ആൻഡ് ആർ കെ നാരായൺ. ആരാണ് കൂലി എഴുതിയത്? ഇറ്റ്സ് മിൽഖ് ആനന്ദ്. ഈ ഒരു നോവൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1936 and the book is highly critical of British rule in India and India's caste system. അപ്പോൾ ഈ ഒരു ബുക്ക് കംപ്ലീറ്റ് എന്താണ്, ഫുള്ള് ബ്രിട്ടീഷ് റൂളിനെ കുറിച്ച്, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതുമായിട്ടുണ്ടായിരുന്ന കംപ്ലീറ്റ് ആ ഒരു നെഗറ്റീവ് സൈഡ്സ് കംപ്ലീറ്റ് നമുക്കതിൽ പോർട്രേ ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ,
തീരെ ജാതി വ്യവസ്ഥയിൽ നല്ലോണം ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് കൂലി. The Coolie portrays the picturesque adventures of Munu. അപ്പോൾ ഇതിലൊരു സെൻട്രൽ ക്യാരക്ടറാണ് മുനുവാണ്. He is a young boy. He was forced to leave his hill village to fend for himself and discover the world. അപ്പൊ ആ ചെറിയ പ്രായത്തിൽ തന്നെ അവനക്ക് വേണ്ടി അവനക്ക് ജീവിക്കണമെങ്കിൽ അവൻ തന്നെ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ, അവൻ ആരില്ലാത്തൊരവസ്ഥ. അങ്ങനെ അവന്റെ ഒരു മലനിരകളിലായിരുന്നു അവന്റെ വീട്, അത് ഉപേക്ഷിച്ചവൻ പോകേണ്ട വരികയാണ്. അതിലൂടെ അവൻ വേൾഡ് ഡിസ്കവർ ചെയ്യാണ്, എന്താണ് ജീവിതം അല്ലെങ്കിൽ എന്താണ് ലോകം എന്ന് അവൻ അറിയാണ്. His journey takes him far from home, to towns, cities, to Bombay and Simla, stepping as servant, factory worker and rickshaw driver. അപ്പൊ പല പല ജോലികൾ അവനക്ക് എടുക്കേണ്ടവരാണ് വളരെ ചെറിയ കാര്യത്തിൽ തന്നെ. അപ്പോ മലനിരകളിൽ നിന്ന് ടൗണിലേക്കും സിറ്റികളിലേക്കും ഒക്കെ ഇങ്ങനെ പോയി പോയി പല പല ജോലികൾ ചെയ്ത് ജീവിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു വളരെ അഡ്വേഴ്സ് കണ്ടീഷനിൽ ജീവിച്ച് പോകേണ്ട അവസ്ഥയിൽ ഉള്ളൊരു മുഴുവനെയാണ് നമുക്ക് അതിൽ കാണാൻ കഴിയുന്നത്. അതിലൂടെ മുൽക്ക് ശ്രമിക്കുന്നത് എന്താണ്? ടു പോർട്രേ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ആൻഡ് ദ വേഴ്സ് കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദി ഓഥർ ഓഫ് ദി റിപ്പബ്ലിക്. ദി റിപ്പബ്ലിക് എഴുതിയത് ആരാണ്? പ്ലേറ്റോ ആണോ, അരിസ്റ്റോട്ടിൽ ആണോ, സോക്രട്ടീസ് ആണോ, ലോഞ്ചിനസ് ആണോ? ദി റിപ്പബ്ലിക്, ദ ആൻസർ ഈസ് പ്ലേറ്റോ. പ്ലേറ്റോ ആണ് അത് എഴുതിയിരിക്കുന്നത് കേട്ടോ. അതൊരു സോക്രട്ടിക് ഡയലോഗാണ്. ദാറ്റ് മീൻസ് അതിൽ സോക്രട്ടീസ് സംസാരിക്കുന്നതായിട്ടാണ് നമുക്കത് കാണാൻ കഴിയുക. പ്ലേറ്റോ ആണ് എഴുതിയിരിക്കുന്നത് അറൌണ്ട് 375 BC കൺസേണിംഗ് ജസ്റ്റിസ്, ദി ഓർഡർ ആൻഡ് ക്യാരക്ടർ ഓഫ് ദ ജസ്റ്റ് സിറ്റി സ്റ്റേറ്റ് ആൻഡ് ദ ജസ്റ്റ് മാൻ. അപ്പൊ അതിൽ ജസ്റ്റിസിനെ കുറിച്ചാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. വളരെ നീതി പുലർത്തുന്ന ഒരു സിറ്റി സ്റ്റേറ്റ്, വളരെ നീതിമാന്മാരായ ആൾക്കാർ, അതിനെ കുറിച്ചൊക്കെയുള്ളൊരു വർക്കാണത്. It's Plato's best known work and one of the world's most influential works of philosophy and political theory, both intellectually and historically. അപ്പോൾ വളരെ ഇന്റലക്ച്വൽ ആയിട്ടും ഹിസ്റ്ററിക്കൽ ആയിട്ടും വളരെ എന്താ പറയാ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള, ഓക്കെ, പൊളിറ്റിക്കൽ തിയറീസിന് വരെ മറ്റ് പൊളിറ്റിക്കൽ തിയറിസ്റ്റുകൾക്ക് പൊളിറ്റിക്കൽ തിയറീസ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ അത്തരം തിയറീസിനെ വരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള പ്ലേറ്റോന്റെ ഫേമസ് വർക്കാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അതിൽ ശരിക്കും കൊടുത്തിട്ടുണ്ട് എങ്ങനെയായിരിക്കണം ഒരു എന്താ പറയാ നീതി പുലർത്തുന്ന ഒരു സ്റ്റേറ്റ് എങ്ങനെയായിരിക്കണം, നീതി പുലർത്തുന്ന ആൾക്കാർ എങ്ങനെയായിരിക്കണം എന്നൊക്കെ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് അദ്ദേഹം അതിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ഓഥർ ഹു ക്രിയേറ്റഡ് ദ ഫിക്ഷണൽ വേൾഡ് ഓഫ് മാൽഗുഡി. മാൽഗുഡി എന്നൊരു ഫിക്ഷണൽ വേൾഡ് ക്രിയേറ്റ് ചെയ്ത ആളാരാണ്? മാൽഗുഡി കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരും, മാൽഗുഡി ഡേയ്സ് ഓർമ്മ വരും അല്ലെ? അപ്പൊ ആരാണ്? പത്മനാഭനാണോ, ടാഗോറാണോ, മുൽക്ക് എന്താണ്? ആർ കെ നാരായൺ ആണ്. മാൽഗുഡി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്ന ഇറ്റ്സ് ആർ കെ നാരായൺ. ഓക്കെ, it is said that Malgudi was coined by the author after combining the first and last few letters of the two prominent old areas of Bengaluru. ബാംഗ്ലൂരിലെ രണ്ട് ഏരിയ, വളരെ ഫേമസ് ആയിട്ട് രണ്ട് ഏരിയകളുടെ പേര് അതിൽ നിന്നും എടുത്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വേർഡ്സ് കൂടി ചേർത്തിട്ടാണ് മാൽഗുഡി എന്ന് നാരായൺ ഉണ്ടാക്കിയെന്നാണ് പറയപ്പെടുന്നത്. ഏതൊക്കെ സ്ഥലങ്ങളാണത്? മല്ലേശ്വരം, ബസവനഗുഡി. അപ്പൊ മല്ലേശ്വരത്തിന്റെ മല്ലു പിന്നെ ബസവനഗുഡിയുടെ ഗുഡിയും എടുത്തിട്ട് മാൽഗുഡിയായി എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. നാരായൺ മൈറ്റ് ഹാവ് സോട്ട് ഇൻസ്പിറേഷൻ ഫോർ ഹിസ് ഫിക്ഷണൽ ടേൺ ഫ്രം റൈറ്റ് അബൌട്ട് ഹിയർ. അപ്പോൾ അദ്ദേഹത്തിന്റെ അവിടുത്തെ ജീവിതത്തിൽ നിന്നായിരിക്കണം അദ്ദേഹത്തിന് എന്താ പറയാ ഇൻസ്പിറേഷൻ കിട്ടിയത് ഇങ്ങനെ ഒരു പേരിടാനും അല്ലെ. അദ്ദേഹത്തിന്റെ മറ്റു പല പല കഥകളിൽ നമുക്ക് മാൽഗുഡിനെ കാണാനായിട്ട് സാധിക്കും, ആ ഒരു സ്ഥലം കാണാൻ സാധിക്കും. അപ്പൊ അദ്ദേഹത്തിന് അത്രയും എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളൊരു സ്ഥലമായിരിക്കണം അത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു റോട്ട് സ്നോ? സ്നോ എഴുതിയ ആളാണ്. ശുംഭലാഹിരിയാണോ, ഒറാൻ പാമുക്ക് ആണോ, അനിത നായർ ആണോ, സൽമാൻ റുഷ്ദി ആണോ? സ്നോ ഇറ്റ്സ് റിട്ടൺ ബൈ ഒറാൻ പാമുക്ക് ആൻഡ് ഇറ്റ്സ് ഒറിജിനലി പബ്ലിഷ്ഡ് ഇൻ ടർക്കിഷ് ഇൻ 2002. അപ്പൊ ടർക്കിഷ് ലാംഗ്വേജിലാണ് ശരിക്കും 2002 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ബട്ട് ഇതിനെ പിന്നീട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് മൗറിൻ ഫ്രീലി ആണ് ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 2004. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത് it encapsulates many of the political and cultural tensions of modern Turkey, including a real suicide epidemic among teenage girls which took place in the city of Batman. അപ്പൊ അന്നത്തെ ആ കാലഘട്ടത്തിലെ എന്താ പറയാ മോഡേൺ ടർക്കിയിലെ പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ആയിട്ടുള്ള ടെൻഷൻസ് ആണ് അതിൽ നമുക്ക് കാണാൻ സാധിക്കുക. അതിന്റെ ഭാഗമായിട്ട് എന്താ പറയാ വളരെ യങ് ആയിട്ടുള്ള ടീനേജ് ഗേൾസ് തുടരെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സൂയിസൈഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് അതിൽ കാണാൻ സാധിക്കും. അപ്പോൾ എവിടെ ഇൻ ദ സിറ്റി ഓഫ് ബാറ്റ്മാൻ, ആ ഒരു സിറ്റിയിലെ
ടീനേജ് ഗേൾസിന്റെ ഈ ഒരു സൂയിസൈഡും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ സമൂഹത്തിൽ ഉണ്ടായ ഒരു ടെൻഷൻ, ജീവിക്കാൻ പറ്റാതെ ആവുമ്പോഴാണ് സൂയിസൈഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എത്രത്തോളം കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ ടെൻഷൻസ് അവർ അനുഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഈ ഒരു വർക്കിലൂടെ കാണാനായിട്ട് സാധിക്കും. The next question, The Myth of Sisyphus was written by ആരാണ് ഈ ഒരു വർക്ക് എഴുതിയത്? The Myth of Sisyphus. Camus, Beckett, Kafka, Aniston. The answer is Albert Camus. Camus ആണ് കേട്ടോ. പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1942 അപ്പൊ ഈ ഒരു മിത്ത് എന്താണ്? ഈ സിസിഫസിന്റെ പിന്നിലുള്ള മിത്ത് എന്താണ്? ഐതിഹ്യം എന്താണ്? ഹിസ് ഇറ്റേണൽ ടാസ്ക് വാസ്, ഹിസ് എന്ന് പറയുന്നത് സിസിഫസിന്റെ ഇറ്റേണൽ ടാസ്ക് എന്ന് പറയുന്നത് വാസ് ടു റോൾ എ ബൗൾഡർ അപ്പ് എ ഹിൽ ഓൺലി ടു വാച്ച് ഇറ്റ് റോൾ ബാക്ക് ഡൗൺ ബിഫോർ ഹി കുഡ് റീച്ച് ദ ടോപ്പ്. ഇത് ശരിക്കും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ നല്ലോണം. എന്താ പറയാ, ഇപ്പോഴും ചില ലൈഫ് സിറ്റുവേഷൻസിൽ നമ്മൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിലെ സിസിഫസിന്റെ ടാസ്ക് എന്ന് പറയുന്നത് ഒരു വലിയ പാറക്കല്ല് ബോൾഡർ അത് ഒരു ഹില്ലിന്റെ മേലോട്ട് വീട്ടിക്കൊണ്ടുപോവുക എന്നതാണ്. ഓക്കെ, ഇത് വീട്ടിക്കൊണ്ടുപോവാ. പക്ഷെ കൊണ്ടുപോയിട്ടും അങ്ങോട്ട് എത്തുന്നില്ല, ടോപ്പിലേക്ക് എത്തുന്നില്ല, തിരിച്ച് ഇങ്ങോട്ട് തന്നെ ഉരുണ്ടു വരികയാണ്. അപ്പൊ ഇവൻ എന്ത് ചെയ്തോണ്ടിരിക്കുക? തള്ളിക്കൊണ്ടിരുന്നിട്ടുള്ള സമയമൊക്കെ പോവാണ്, വേസ്റ്റ് ചെയ്യാണ് അല്ലെ, ടൈം വേസ്റ്റ് ആയി പോവാണ്. കാരണം ഇത് മേലേക്ക് എത്തൂല. നമുക്കറിയാം ഈ വലിയൊരു സാധനം ഉരുട്ടി നമുക്ക് ടോപ്പിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുമോ? എപ്പോഴും തിരിച്ച് ഇങ്ങോട്ട് തന്നെ ഉരുണ്ടു വരുള്ളൂ അല്ലേ? യാ. This futile and repetitive labor has become a symbol of the somewhat absurd nature of what we go through as human beings at various points of our lives. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ലൈഫിൽ ചില സമയങ്ങളിൽ നമ്മൾ എങ്ങനെ പരിശ്രമിച്ചാലും അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഇമ്പോസിബിൾ ആയിട്ടുള്ളത് ഉണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ പിന്നിൽ കിടന്ന് ടൈം കളയാതെ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് മറ്റ് പല പല കാര്യങ്ങളുണ്ട് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ അവിടെ ഇട്ടിട്ട് നടക്കാത്ത കാര്യങ്ങളെ പിന്നാലെ വെറുതെ ഇട്ട സമയങ്ങളിന്റെ കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് നമ്മളെ ലൈഫിൽ വരാറുണ്ട്. അപ്പൊ ഇതേ ഒരു മിത്താണ് അവിടെ ഉള്ളത്. മനസ്സിലായോ? എന്തായാലും ഹില്ലിന്റെ മേലേക്ക് ഇവനക്ക് സിഫസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത്രയും വലിയ പാറക്കല്ല് എത്തിക്കാൻ പറ്റൂല. പക്ഷെ അവനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവന്റെ പ്രൊഡക്റ്റീവ് ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ്സ് വാട്ട് വി സീ ഇൻ ദിസ് വർക്ക്, ദ മിത്ത് ഓഫ് സിസിഫസ് ബൈ ആൽബർട്ട് കേമസ്. The next question, Uburoi is a dash. Uburoi എന്ന് പറയുന്നത് സൊണറ്റ് ആണോ, എലജി ആണോ, ലിറിക് ആണോ, അതോ ഒരു പ്ലേ ആണോ? അതൊരു പ്ലേ ആണ്, ബൈ ആൽഫ്രഡ് ജാരി. ഇറ്റ് വാസ് ഫസ്റ്റ് പെർഫോംഡ് ഇൻ പാരീസ് ഇൻ 1896. പിന്നെ ഈ ഒരു പ്ലേ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാരഡി, ഒരു പാരഡിയാണ്. എന്തിന്റെ? ഷേക്സ്പിയറിന്റെ മാക്ബത്തും പിന്നെ സം പാർട്സ് ഓഫ് ഹാംലെറ്റ് ആൻഡ് കിങ് ലെയർ. അപ്പൊ ഇതെല്ലാം ഷേക്സ്പിയറിന്റെ പ്ലേകൾ തന്നെയാണ് അല്ലെ. മാക്ബത്തും ഹാംലെറ്റും കിങ് ലെയർ ഒക്കെ ഷേക്സ്പിയറിന്റെ പ്ലേകളാണ്. അപ്പൊ ഈ പ്ലേസിന്റെ എല്ലാം പല പല ഭാഗങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ള പാരഡിയാണ് മൊത്തത്തിൽ എന്ത് ഈ ഒരു വർക്ക് ഉബുറോയ് എന്ന് പറയുന്നത്. ഓക്കെ, ആസ് ദ പ്ലേ ബിഗിൻസ് ഉബുസ് വൈഫ് കൺഫ്യൂസ്. അപ്പൊ ഇവിടെ ഈ ഉബുറോയ് എന്ന് പറയുന്നത് കിങ് ഉബു ആണ്. റോയ് ഉദ്ദേശിക്കുന്നത് അവിടെ ശരിക്കും കിങ് ആണ് കേട്ടോ. അപ്പൊ കിങ് ഉബു. അപ്പൊ ഈ പ്ലേ ബിഗിൻ ചെയ്യുമ്പോൾ തന്നെ ഈ ഉബുവിന്റെ വൈഫ് she convinces him to lead a revolution and kills the king of Poland and most of the royal family. അപ്പോൾ ഇതില് ഈ ഉബുറോയുടെ വൈഫ് എന്ത് ചെയ്യുന്നുണ്ട്? ഇയാളെ പറഞ്ഞ് എന്ത് ചെയ്യാൻ കൺവിൻസ് ചെയ്യിക്കുകയാണ്? പോളണ്ടിലെ കിങ്ങിനെ കൊല്ലാനും പിന്നെ മറ്റു റോയൽ ഫാമിലിയിലത്തെ മെമ്പേഴ്സിനെ എല്ലാം കൊല്ലാനൊക്കെ എന്ത് ചെയ്യാണ്? കൺവിൻസ് ചെയ്യാണ് ഉബുറോയിനെ, കിങ്ങിനെ കൺവിൻസ് ചെയ്യാണ് ഭാര്യ. പക്ഷെ അതിലൂടെ ലാസ്റ്റ് ട്രാജഡി തന്നെയാണ് വരിക. The next question, the error of evaluating a poem by its emotional effects upon the reader is called. എന്താണ്? The error of evaluating a poem by its emotional effects upon the reader. ഒരു റീഡറിന്റെ ഇമോഷണൽ ഇഫക്ട്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഒരു പോയത്തിൽ. ഓക്കെ, ഒരു പോയത്തിന്റെ ആ ഒരു ഇഫക്റ്റ് അല്ലെങ്കിൽ അതിൽ ഉള്ള ആ ഒരു കോണ്ടന്റ് ഒരു റീഡറിനെ എങ്ങനെ ഇമോഷണലി ഇഫക്ട് ചെയ്യുന്നു, അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് നമ്മൾ നിന്നാണ് വിളിക്കുക. അഫക്റ്റീവ് ഫാലസി ആണോ, പാത്തറ്റിക് ഫാലസി ആണോ, പേഴ്സണിഫിക്കേഷൻ ആണോ, ഹൈപ്പർബോള ആണോ? ഇറ്റ്സ് കോൾഡ് അഫക്റ്റീവ് ഫാലസി. ഓക്കെ, അഫക്റ്റീവ് ഫാലസി ആണ് കേട്ടോ അത്. അപ്പൊ പാത്തറ്റിക് ഫാലസി എന്താ? പാത്തറ്റിക് ഫാലസി എന്ന് പറയുന്നത് ഇറ്റ്സ് അട്രിബ്യൂഷൻ ഓഫ് ഹ്യൂമൻ ഇമോഷൻ ടു ഇനാനിമേറ്റ് ഒബ്ജക്ട്സ്, നേച്ചർ ഓർ ആനിമൽസ്. അപ്പൊ പാത്തറ്റിക് ഫാലസി എന്ന് പറയുന്നത് മനുഷ്യരല്ലാത്ത, അതായത് ആനിമൽസ്, നേച്ചർ, ഒബ്ജക്ട്സ്, ഇതിനൊക്കെ നമ്മൾ ഹ്യൂമൻസിന്റെ ഇമോഷൻസ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, ദ സൺ സ്മൈൽസ്,
സൂര്യൻ പുഞ്ചിരിക്കുന്നു. പുഞ്ചിരിച്ചിരിക്കും മനുഷ്യന്മാരുടെ ഒരു ഇമോഷൻ അല്ലെ, പുഞ്ചിരിക്കുക അല്ലെങ്കിൽ സന്തോഷിക്കുക. പക്ഷെ അത് ജീവനില്ലാത്ത ഒരു ഇനാനിമേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജീവനില്ലാത്ത സൂര്യനുക്ക് നമ്മൾ അട്രിബ്യൂട്ട് ചെയ്യാണ്. അത്തരം സിറ്റുവേഷൻസ് ഒക്കെയാണ് നമ്മൾ, അതൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? പത്തറ്റിക് ഫാലസിന്റെ എക്സാമ്പിൾ ആണ്. ഈ ഹൈപ്പർബോൾ എന്താ? എക്സാജറേഷൻ ആണ്. ഭയങ്കര കൂട്ടി പറയില്ല നമ്മൾ, ഭയങ്കരമായിട്ട് ഒരു ഓവർ എക്സൈറ്റ്മെന്റും ഇതൊക്കെ ഇങ്ങോട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് പൊലിപ്പിക്കാന്നൊക്കെ പറയില്ല, അതാണ് ഹൈപ്പർബോൾ. പേഴ്സോണിഫിക്കേഷൻ എന്താ? പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് മെറ്റഫർ that describes non-humans' looks, actions, and purposes with a language typically reserved for human characters. എന്നുവെച്ചാൽ ഹ്യൂമൻ ക്യാരക്ടർ, മനുഷ്യന്മാരുടെ ചില ക്യാരക്ടറിസ്റ്റിക്സ് അത് എന്ത് ചെയ്യാണ്, അത് ഈ നോൺ ഹ്യൂമൻസിന് അട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതാണ് പേഴ്സണിഫിക്കേഷൻ. ഓക്കെ, മറ്റുള്ളവരുടെ ഇമോഷൻ ആയിരുന്നു. പത്തറ്റിക് ഫാലസിയിൽ ഹ്യൂമൻ ഇമോഷൻസിനെയാണ് അട്രിബ്യൂട്ട് ചെയ്തത്, ഇവിടെ ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ്. Next question, which of the following poems by Tennyson is a monodrama? ടെന്നീസന്റെ ഈ തന്നിരിക്കുന്ന പോംസിൽ ഏതാണ് ഒരു മോണോഡ്രാമ? യൂലിസസ് ആണോ, ബ്രേക്ക് 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 ആണോ, മൗഡ് ആണോ, ക്രോസിംഗ് ദ ബാർ ആണോ? ദി ആൻസർ ഈസ് മോഡ്. ഈ മോഡ് എന്ന് പറയുന്നത് ഇതിന്റെ ഫുൾ പേര് തന്നെ മോഡ് എ മോണോഡ്രാമ എന്നാണ്. അപ്പൊ ഫുൾ പേര് അറിഞ്ഞിരിക്കുന്നവർക്ക് യാതൊരു സംശയമില്ലാതെ പെട്ടെന്ന് ആൻസർ ക്ലിക്ക് ചെയ്യാൻ പറ്റും അല്ലെ. മോഡ് എ മോണോഡ്രാമ. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1855 ആൻഡ് ദിസ് work explores the themes of love, grief, and societal decay through the lens of its troubled protagonist. അപ്പോൾ ഇതിൽ നമ്മൾ വളരെ ട്രബിൾഡ് ആയിട്ടുള്ള ഒരു സെൻട്രൽ ക്യാരക്ടറാണ് ഇതിലുള്ളത്. അദ്ദേഹത്തിന്റെ കാഴ്ചയിലൂടെ, കണ്ണിലൂടെ നമുക്ക് കാണാൻ സാധിക്കും സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, അതുപോലെ ഇദ്ദേഹത്തിന്റെ ലവ്, ഗ്രീഫ്, ഇതെല്ലാം നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റും. The story unfolds as the young man reflects on his father's death and his tumultuous relationship with Maud, the daughter of a neighboring squire. അപ്പോൾ ഇതിൽ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാണ്, ഈ മൗഡ് എന്നൊരു പെൺകുട്ടിയുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ ആ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും നമുക്ക് ഇതിലൂടെ അറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ മരണം, അതിന്റെ ഗ്രീഫ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ പോകുന്നൊരു വർക്കാണിത്. പിന്നെ ഒരു കാര്യം പറയേണ്ടത്, ഇതിൽ യുലീസസ് ഉണ്ടല്ലോ, നമ്മള് യുലീസസ് മോണോ എന്താണ്, യുലീസസ് എന്തിന്റെ എക്സാമ്പിളാ? ഡ്രമാറ്റിക് മോണോലോഗ്. യെസ്, പേരാണ് എഴുതാണ്. ഡ്രമാറ്റിക് മോണോലോഗിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ യുലീസസ്. മോണോഡ്രാമ മോഡാണ്, യുലീസസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ഡ്രമാറ്റിക് മോണോലോഗ്. ഓക്കെ, അത് ചിലപ്പോൾ ചോദിച്ചേക്കാം. Next question. When the first letters of each line of a poem spell out a word, it is called dash. ഒരു പോയത്തിന്റെ ഈച്ച് ലൈനിലും ഫസ്റ്റ് ലെറ്റേഴ്സ് അതൊരു വാക്ക് ആയി മാറുന്നുണ്ടെങ്കിൽ അതിനെന്താ വിളിക്കുക? ഒരു പോം, ആ പോയത്തിന്റെ ഓരോ ഫസ്റ്റ് ലൈൻസിന്റെയും ഫസ്റ്റ് ലെറ്റേഴ്സ് ഉണ്ടല്ലോ, അതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഫോംസ് എ വേർഡ്. വാട്ട്സ് ഇറ്റ്? ഹൈക്കു ആണോ, അക്രോസ്റ്റിക് ആണോ, സൊണറ്റ് ആണോ, ബാലഡ് ആണോ? Tell me. The answer is acrostic. ഇവിടെ കണ്ടോ, revealed across the sky, amazing colors, ഇങ്ങനെ വന്ന് ഈ ലാസ്റ്റ് ഫസ്റ്റ് ലെറ്റേഴ്സ് എല്ലാം എന്തായി മാറി? ഇറ്റ് became rainbow. ഓക്കെ, ഇറ്റ് became rainbow. അതാണ് കണ്ട, അതൊരു വേർഡായി മാറിയില്ലേ? That's it. വളരെ സിമ്പിൾ ആണല്ലേ. The next question. Allen Ginsberg is a dash poet. Beat ആണോ, റൊമാൻറ്റിക് ആണോ, വിക്ടോറിയൻ ആണോ, മോമെന്റ് പോയറ്റ് ആണോ? The answer is beat. Okay, അപ്പോൾ ബീറ്റ് ജനറേഷൻ കേട്ടിട്ടുണ്ടാവും അല്ലേ? ബീറ്റ് ജനറേഷൻ പോയറ്റ്സ്, അതാണിത്. So this movement emerged in 1950s and 1960s, characterized by a rejection of traditional values and a celebration of non-conformity, free love and Eastern spirituality. അപ്പോൾ ട്രഡീഷണൽ വാല്യൂസിനെല്ലാം റിജക്റ്റ് ചെയ്യുന്ന, വളരെ ഫ്രീ ലവ്, അതുപോലെ ഫ്രീ എന്താ പറയുക, ഫ്രീ ആയിട്ട് നടക്കുന്ന, മറ്റ് ഒരു കൺസ്ട്രെയിൻസ് ഒന്നും ഇല്ലാതെ ഈസ്റ്റേൺ സ്പിരിച്വാലിറ്റിയെ സെലിബ്രേറ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ആ ഒരു കോൺസെപ്റ്റ്സ് ഉള്ള ഒരു മൂവ്മെന്റ് ആണ് എന്ത്, ഈ ഒരു ബീറ്റ് മൂവ്മെന്റ്. അതർ നോട്ടബിൾ ബീറ്റ് പോയറ്റ്സ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ കൂടാതെ, അല്ലെങ്കിൽ ഗിൻസ്ബർഗ് കൂടാതെ ഉള്ള ബീറ്റ് പോയറ്റ്സിന്റെ പേരാണ് താഴെ കൊടുത്തിട്ടുള്ളത് കേട്ടോ.
അതൊക്കെ വായിച്ചു നോക്കുക. ഇനി ഹെജിയോഗ്രഫി ഈസ് എന്താണ് ഹെജിയോഗ്രഫി? അതൊരു സ്റ്റഡി ഓഫ് ലൈഫ് ഓഫ് സെയിൻസ് ആണോ, സ്റ്റഡി ഓഫ് ബയോഗ്രഫി ആണോ, ഓട്ടോബയോഗ്രഫി ആണോ, ലൈഫ് ഓഫ് കിങ്സ് ആണോ? ഹെജിയോഗ്രഫി. ആൻസർ ഈസ് ലൈഫ് ഓഫ് സെയിൻസ് ആണ് കേട്ടോ. സെയിൻസിന്റെ ലൈഫിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ് ഹെജിയോഗ്രഫി. ഇനി ദ പീരീഡ് ഓഫ് ക്വീൻ വിക്ടോറിയാസ് റെയിൻ, ക്വീൻ വിക്ടോറിയയുടെ ഭരണ സമയം, ആ ഒരു സ്പാൻ ഓഫ് ടൈം ഓഫ് ഹെർ റൂൾ ഏതാണ് ഇതിൽ? The answer is 1837 to 1901. Which of the following awards is not given to Indian English writers? ഇതിലേതാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സിനെ കൊടുക്കാത്ത അല്ലെങ്കിൽ അവരെ പരിഗണിക്കാത്ത അവാർഡ്? ദ ബുക്കർ പ്രൈസ്, ദി സാഹിത്യ അക്കാദമി അവാർഡ്, ദ ജ്ഞാൻപീഠ്, വിറ്റ്ബ്രെഡ് പ്രൈസ്. വിറ്റ്ബ്രെഡ് പ്രൈസ് ഏതാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സിന് കൊടുക്കാത്തത്? ദ ആൻസർ ഈസ് വിറ്റ്ബ്രെഡ് പ്രൈസ്. ഓക്കെ, ഇതില് വിറ്റ്ബ്രെഡ് പ്രൈസ് ആണ് കൊടുക്കാത്തത് കേട്ടോ. അതില് ജ്ഞാൻപീഠ് ഓപ്ഷൻസിൽ കണ്ട ജ്ഞാൻപീഠ് എന്ന് പറയുന്നത് it was instituted in 1961 and it is awarded to Indian writers in any of the official languages of India. Okay, ഇനി വിറ്റ്ബ്രെഡ് പ്രൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ this literary award started in 1971 and it is given to the writers based in UK and Ireland. ഈ രണ്ട് രാജ്യത്തെ റൈറ്റേഴ്സിനെയാണ് ഇത് ബേസ് ചെയ്യുന്നത്. From 1985 they were known as the Whitbread Book Awards. ആദ്യം വിറ്റ്ബ്രെഡ് ലിറ്റററി അവാർഡുമായിരുന്നു പേര് 1971 വന്നപ്പോൾ. പിന്നെ 1985 ആയപ്പോൾ അത് എന്തായി മാറി? വിറ്റ്ബ്രെഡ് ബുക്ക് അവാർഡ്സ് ആയി. പിന്നെ 2006 the Costa Coffee took over ownership from Whitbread. വിറ്റ്ബ്രെഡിൽ നിന്നും ഇതിന്റെ ഓണർഷിപ്പ് ആര് മേടിച്ചു? കോസ്റ്റ കോഫി മേടിച്ചു. അപ്പോൾ ഇപ്പോൾ ഈ ഒരു അവാർഡ് അറിയപ്പെടുന്നത് ദി കോസ്റ്റ ബുക്ക് അവാർഡ്സ് എന്നാണ്. ഓക്കെ, 2006 മുതൽ കോസ്റ്റ ബുക്ക് അവാർഡ്സ് ആണ് ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ടു ദ റൈറ്റേഴ്സ് ബേസ്ഡ് ഇൻ UK ആൻഡ് Ireland. ഇതിൽ ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സിനെ പെടുത്തൂല. Next question. Who among the following is credited with the making of the first authoritative dictionary of English language? English language first authoritative ആയിട്ടുള്ള ആധികാരികമായിട്ടുള്ള ഡിക്ഷണറി ആരാണ് മേക്ക് ചെയ്തത്? അല്ലെങ്കിൽ ആ ക്രെഡിറ്റ് ആർക്കാണ്? ഈ ഓപ്ഷൻസ് ഒന്നും നമുക്ക് വായിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല അല്ലെ? We know the answer is Samuel Johnson and it was published in 1755. 30th question. Dash was the first sonnet sequence in English. ഇംഗ്ലീഷിലെ ഫസ്റ്റ് സോണറ്റ് സീക്വൻസ് ഏതാണ്? എഡ്മണ്ട് സ്പെൻസേഴ്സ് എമോറിറ്റി, ഫിലിപ്പ് സിഡ്നിസ് എസ്ട്രോഫൽ ആൻഡ് സ്റ്റെല്ല, സാമുവൽ ഡാനിയൽസ് ജീലിയ, മൈക്കൽ ഡ്രൈറ്റൺസ് ഐഡിയാസ് മിറർ. ഏതാണത് ഫസ്റ്റ് സോണറ്റ് സീക്വൻസ് ഇൻ ഇംഗ്ലീഷ്? ദ ആൻസർ ഈസ് ഫിലിപ്പ് സിഡ്നിസ് എസ്ട്രോഫൽ ആൻഡ് സ്റ്റെല്ല. ഈ ഒരു വർക്ക് ഇറ്റ് വാസ് റിട്ടൺ ഇൻ 1580s ആൻഡ് പബ്ലിഷ്ഡ് പോസ്റ്റ്ഹമസ്ലി ഇൻ 1591. അദ്ദേഹം 1580കളിലാണ് ഇത് എഴുതിയതെങ്കിലും അദ്ദേഹത്തിന്റെ മരണശേഷം 1591 ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിൽ 108 സോണറ്റ്സും 11 സോങ്സും ഉണ്ട്. ഇറ്റ് ഈസ് considered as a foundational work in the development of the sonnet sequence in English literature. Next question. When one says that someone is no more or that someone has breathed his or her last, ആരെങ്കിലും someone is no more എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ someone has breathed her or his last എന്ന് പറഞ്ഞാലോ the speaker is resorting to. അപ്പൊ ഈ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, someone is no more അല്ലെങ്കിൽ someone has breathed her last, someone has breathed his last എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? യൂളജി ആണ്, യൂഫണി ആണ്, അണ്ടർസ്റ്റേറ്റ്മെന്റ് ആണ്, യുഫീമിസം ആണോ? ഇങ്ങനെ പറയുന്നത് the answer is euphemism. Euphemism എന്താണ്? It's a word or phrase that softens an uncomfortable topic. ചില വളരെ നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കേൾക്കാൻ അൺകംഫർട്ട് ആയിട്ടുള്ള ചില സ്റ്റേറ്റ്മെന്റ്സിനെയെല്ലാം വേറെ രീതിക്ക് കുറച്ചുകൂടി പ്ലസന്റ് ആയിട്ടുള്ള, പ്ലസന്റ് ആയിക്കോട്ടെ, കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് നമ്മൾ അതിനെ മറ്റൊരു രീതിക്ക് സംസാരിക്കുക, പറയുക. അതിനാണ് യൂഫെമിസം എന്ന് നമ്മൾ പറയുന്നത്. നമുക്കറിയാം ഡെത്ത് എന്ന് പറയുന്നത് ഒരു വിഷമകരമായ കാര്യമല്ല. അപ്പൊ അതിനെ ഇങ്ങനെ മാറ്റി കുറച്ചുകൂടി സോഫ്റ്റിനായിട്ട് പറയുന്നതിനാണ് നമ്മൾ യൂഫെമിസം എന്ന് പറയുന്നത്. ഇത് എക്സാമ്പിൾ ആണ്. ഈ മരണത്തിനെ കുറിച്ച് പറഞ്ഞത് ഒരു എക്സാമ്പിൾ ആണ്. നമുക്ക് ക്വസ്റ്റനിൽ വന്നത് അങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ ആണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. സോ ദീസ് കൈൻഡ്സ് ഓഫ് വേർഡ്സ് ഓർ ഫ്രേസസ് ആർ നോൺ ആസ് യൂഫെമിസം. ഇനി അതിൽ ഓപ്ഷൻസിൽ ഒരു യൂളജി കണ്ടല്ലോ, യൂളജി. സോ വാട്ട്സ് ഇറ്റ്? യൂളജി എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്പീച്ച് ഓർ പീസ് ഓഫ് റൈറ്റിംഗ് ദാറ്റ് പ്രൈസസ് someone or something highly, especially a tribute to someone who has just died.
ചില ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുക, മിക്കപ്പോഴും മരണത്തിന് ശേഷം അവരെ നമ്മൾ വളരെ ഹൈലി പ്രൈസ് ചെയ്യുക, വളരെ കൂടുതലായിട്ട് അവരെ പുകഴ്ത്തി സംസാരിക്കും. അതിനൊക്കെ നമ്മൾ യൂലജി എന്ന് പറയും. ഓക്കെ, ഇനി യൂഫണി എന്താണ്? ഒരു ഓപ്ഷനിൽ നമ്മൾ യൂഫണി കൂടെ കണ്ടു അല്ലേ? Euphony refers to a pleasing and harmonious combination of sounds, often created through techniques like assonance, consonance, rhythm, and alliteration. അപ്പോൾ യൂഫണി എന്ന് പറയുന്നത് വളരെ പ്ലീസിങ് ആയിട്ട്, വളരെ ഹാപ്പിലി, അല്ലെങ്കിൽ വളരെ നമുക്ക് കേൾക്കാൻ തന്നെ വളരെ രസത്തിൽ, നല്ല ഹാർമോണിയസ് കോമ്പിനേഷൻ ഓഫ് സൗണ്ട്സ്, പല സൗണ്ട്സ് കൂടി ചേർത്ത് കേൾക്കുമ്പോൾ തന്നെ വളരെ ഇമ്പം ഫീൽ ചെയ്യുന്ന ടൈപ്പിലുള്ള എന്താ പറയാ, കോമ്പിനേഷൻ ഓഫ് സൗണ്ട്സ് ആൻഡ് വേർഡ്സ്, കേൾക്കാൻ വളരെ ഇമ്പമുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ സൗണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ വേർഡ്സ്, അങ്ങനത്തെ സെന്റൻസസ്, അങ്ങനത്തെ ലൈൻസ് എല്ലാം കമ്പൈൻ ചെയ്തുണ്ടാക്കുന്നത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ യൂഫണി എന്ന് പറയുന്നത്. ഇറ്റ്സ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് കെക്കോഫണി. കെക്കോഫണി എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ്, നമുക്ക് കേൾക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത പോലത്തെ വേർഡ്സ് ആൻഡ് സൗണ്ട്, അതാണ് കെക്കോഫണി കേട്ടോ. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് യൂഫണി. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡാഷ് ഈസ് ലൈറ്റിൻ ഫോർ എ ഗോഡ് ഫ്രം എ മെഷീൻ. എ ഗോഡ് ഫ്രം എ മെഷീൻ എന്നതിന്റെ ലാറ്റിൻ എക്സ്പ്രഷൻ എന്താണ്? കാത്താർസിസ്, ഡി ഫാക്ടോ, പെരിപ്പിറ്റിയ, ഡ്യൂസ് എക്സ് മെഷീന. ആ ഓപ്ഷനിൽ നമുക്ക് മനസ്സിലാവില്ലേ, മെഷീന എന്നൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഓപ്ഷൻ ഡി ആയിരിക്കും. ഇറ്റ്സ് ഡ്യൂസ് എക്സ് മെഷീന. നെക്സ്റ്റ് വൺ, സിൽവിയ പ്ലാത്ത് ഈസ് എ ഡാഷ് പോയിറ്റ്. കൺഫെഷണൽ പോയിറ്റ് ആണോ, പോസ്റ്റ് മോഡേൺ പോയിറ്റ് ആണോ, ഫെമിനിസ്റ്റ് പോയിറ്റ് ആണോ, അബ്സേർഡ് പോയിറ്റ് ആണോ? സിൽവിയ പ്ലാത്ത് ഈസ് എ കൺഫെഷണൽ പോയിറ്റ്. ഫിലിപ്പത്തിന്റെ എന്താ പറയാ ലൈഫ് എന്ന് നമുക്കറിയാലേ, ഒരു ഡാർക്ക് തീംസ് ഒക്കെ ലൈക്ക് വളരെ ഓട്ടോബയോഗ്രഫിയിലായിട്ട് അവൾ തന്നെ എഴുതിയിട്ടുണ്ട്. സോ കൺഫെഷണൽ പോയിട്രി എന്താണ്, അല്ലെങ്കിൽ കൺഫെഷണൽ പോയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? Confessional poetry is a style of poetry that emerged in 1950s and 1960s, characterized by its frank and deeply personal exploration of taboo topics like mental illness, suicide, and personal relationships. അപ്പോൾ അത് കൂടുതലും വളരെ ഡീപ്പ് ആയിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള അട്രോസിറ്റീസ് അല്ലെങ്കിൽ അവരുടെ ലൈഫിലെ ഡാർക്ക് സൈഡ്സ് കാണിക്കുകയാണ് കൺഫെഷണൽ പോയട്രിയിലൂടെ. മെന്റൽ ഇൽനെസ്, സൂയിസൈഡ് അറ്റംപ്റ്റ്സ്, അതുപോലെ പേഴ്സണൽ റിലേഷൻഷിപ്പിലുള്ള തകർച്ചകൾ, അതെല്ലാമാണ് ഈ കൺഫെഷണൽ പോയട്രിയിൽ വരുന്നത്. പ്ലാത്തിന്റെ, സിൽവിയ പ്ലാത്തിന്റെ പെർട്ടിക്കുലർലി ഹെർ പോയിന്റ്സ് ലൈക്ക് ഡാഡി, ലേഡി ലസാറസ്, ഇതെല്ലാം ഇറ്റ്സ് വെരി ബെസ്റ്റ് നോൺ ഫോർ ഇറ്റ്സ് റോ ആൻഡ് ഇമോഷണലി ചാർജ്ഡ് ലാംഗ്വേജ് which directly addresses these personal and often difficult themes. അപ്പൊ ഇത്തരം പോയിംസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും how worst their life was, how worst experience they had, അവർക്ക് എത്രമാത്രം ഡീപ്പ് ആയിട്ടുള്ള എന്താ പറയാ പേഴ്സണൽ ബ്രേക്ക് ഡൗൺസ് വന്നിട്ടുണ്ടെന്ന്. So Sylvia Plath is such a confessional poet. Which of the following is not a comedy? തന്നിരിക്കുന്നതിൽ ഏതാണ് ഒരു കോമഡി അല്ലാത്തത്? Much Ado About Anything, A Midsummer Night's Dream, King Lear, and Twelfth Night. ഇതിൽ കോമഡി അല്ലാത്തത് നമുക്കറിയാം, ഷേക്സ്പിയറിന്റെ ട്രാജഡീസിൽ ഉള്ള ഒരാളാണ് കിങ് ലിയർ എന്ന് പറയുന്നത്. അതൊരിക്കലും ഇപ്പൊ കോമഡി ആവില്ലല്ലോ. അപ്പൊ ഇതിൽ കിങ് ലിയർ ആണ്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1606. പിന്നെ കിങ് ലിയറിന്റെ സ്റ്റോറി പറയുകയാണെങ്കിൽ it is a story of an aged king of ancient Britain. ബ്രിട്ടനിലെ ഒരു വളരെ ഏജ്ഡ് ആയിട്ടുള്ള ഒരു കിങ്ങിനെ കുറിച്ചാണ്. whose plan was to divide his kingdom among his 3 daughters, which ends tragically. തന്റെ കിങ്ഡം തന്റെ 3 പെൺമക്കളിൽ ഡിവൈഡ് ചെയ്തു, അത് ലാസ്റ്റ് ട്രാജഡിയിൽ വന്ന് പതിക്കുകയാണ്. When he tests each by asking how much she loves him, the older daughters, Gonorill and Regan, flatter him. അപ്പോൾ അച്ഛൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് മക്കളോട് ചോദിക്കുമ്പോൾ മൂത്ത 2 പെൺമക്കൾ ഭയങ്കര പുകഴ്ത്തി അടിക്കും അച്ഛനെ. പക്ഷെ ഇളയ മകള് കോർഡിലിയ അങ്ങനെ ചെയ്യില്ല, ഉള്ള കാര്യം പറയുള്ളൂ, സത്യം പറഞ്ഞു. അങ്ങനെ ലിയർ എന്ത് ചെയ്യാണ്, അവളെ ഉപേക്ഷിക്കുകയാണ്. ദാറ്റ് മീൻസ് അവൾക്കൊന്നും കൊടുക്കുന്നില്ല. പക്ഷെ അവസാനം എന്താണ്, കിങ് ലിയറിന് തിരിച്ചടി കിട്ടുകയാണ്. അപ്പൊ അതൊരു ട്രാജഡിയാണ്. സോ ഇറ്റ്സ് നോട്ട് എ കോമഡി. The next question. The poem The Wasteland is dedicated to whom? വേസ്റ്റ്ലാൻഡ് എഴുതി നമുക്കറിയാം T.S. Eliot ആണ് എഴുതിയത് അല്ലെ. അത് ആർക്കുള്ള ഡെഡിക്കേഷൻ ആയിരുന്നു? W.B. Yeats, W.H. Auden, John Keats, Ezra Pound. It goes to Ezra Pound. Ezra Pound ഉള്ള ഡെഡിക്കേഷൻ ആയിരുന്നു കേട്ടോ The Wasteland, T.S. Eliotന്റെ poem. So Pound was a fellow poet and a friend of Eliot's, and he significantly helped in shaping the poem, including condensing it and offering feedback. Eliot acknowledges
Pound's contribution in the poem's dedication, referring to him as Il Miglior Fabbro, which translates to the better craftsman. ഇങ്ങനെയാണ് അദ്ദേഹം മെജർ പൗണ്ടിന് അതിൽ റെഫർ ചെയ്തിട്ടുള്ളത്. ഓക്കെ. Who wrote Biographia Literaria? ആരാണ് ബയോഗ്രഫി ലിറ്ററേറിയ എഴുതിയിട്ടുള്ളത്? എസ് ടി കോളറിഡ്ജ് ആണോ, വില്യം ബ്ലേക്ക് ആണോ, വില്യം വേർഡ്സ്വർത്ത് ആണോ, മാത്യു ആർണോൾഡ് ആണോ? The answer is S.T. Coleridge, Samuel Taylor Coleridge. That's a critical autobiography by Samuel Taylor Coleridge, published in 1817 in 2 volumes. Okay. ഇതിന്റെ മെയിൻ വർക്കിംഗ് ടൈറ്റിൽ വാസ് ഓട്ടോബയോഗ്രഫിയ ലിറ്ററേറിയ. പിന്നെ നമ്മൾ പറയണതാണ് ബയോഗ്രഫിയ ലിറ്ററേറിയ ആയത് കേട്ടോ. Who won the Booker of Bookers? ബുക്കർ ഓഫ് ബുക്കേഴ്സ് എന്ന അവാർഡ് നേടിയിട്ടുള്ളതിൽ ആരാണ്? സൽമാൻ റുഷ്ദി ആണോ, അനിത ദേശായി ആണോ, അമിതാവ് ഘോഷ് ആണോ, അരവിന്ദ് അഡിഗയാണോ? ഓഫ് കോഴ്സ് സൽമാൻ റുഷ്ദി. അദ്ദേഹത്തിന് ഏത് വർക്കിനാണ് ഇത് കിട്ടിയത്? ഫോർ ഹിസ് നോവൽ മിഡ് നൈറ്റ് ചിൽഡ്രൻ in 1993. Okay. This prize was created to mark the 25th anniversary of the Booker Prize and was voted on by former judges. അപ്പോൾ 25th ആനിവേഴ്സറി ബുക്കർ പ്രൈസിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു അവാർഡ് അന്ന് കൊടുത്തത്. അത് സൽമാൻ റുഷ്ദിയുടെ മിഡ് നൈറ്റ് ചിൽഡ്രൻ ആണ് കിട്ടിയത് in the year 1983. മിഡ് നൈറ്റ് ചിൽഡ്രൻ വാസ് ദ ഒറിജിനൽ ബുക്കർ പ്രൈസ് വിന്നർ in 1981. ഈ ഒരു വർക്കിന് അദ്ദേഹത്തിന് റുഷ്ദിക്ക് 1981 ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അത് വേറെ കാര്യം അല്ലേ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇന്ന് ഈ ഒരു സെഷനിൽ നമ്മൾ ഇത്രയും PYQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. I hope it's very helpful and will be useful for your future examinations because ഈ questions എല്ലാം വളരെ relevant ആണ്, repeatedly ചോദിച്ചിട്ടുള്ള questions ആണ്. So keep in your mind, prepare well and do best in your exam. Thank you.